സെലക്ഷൻ വരുന്നത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് മറ്റൊന്ന് താങ്കൾ പറഞ്ഞത് ഈ കണ്ണിൻ്റെ ഇതിനെ പറ്റിയിട്ടാണ്. ഒരുപാട് ഉപകാരമില്ലാത്ത സംഭവങ്ങൾ കാണുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? അതായത് ഷ്രോഡിങ്ങർ അദ്ദേഹം വാട്ട് ഈസ് ലൈഫ് എന്ന് പറയുന്ന ഒരു ലെക്ചർ നടത്തിയിരുന്നു. ആ ലെക്ചർ കേട്ടിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ച് പോയ ആളുകളാണ് ഈ പറഞ്ഞ നമ്മളെ വാട്സണും ക്രിക്കും അതുപോലെ ഇഷ്ടംപോലെ ആളുകൾ. അവർക്ക് ഒരുപാട് നോവൽ പ്രൈസുകൾ വാങ്ങിയ ആളുകളാണ്. ആ ഒരൊറ്റ ലെക്ചറിന്റെ ബേസിലാണ് അവരുടെ ചരിത്രത്തിൽ അവർ എഴുതി വെച്ചത് ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക്. അപ്പോൾ അതായത് പറയുന്നത് ഈ വാട്ട് ഇസ് ലൈഫിൽ അദ്ദേഹം പറയുന്നത് തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോ വയലേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട്. എവിടെ വയലേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിലൊരു ഒരു രൂപം ഉണ്ടാക്കിയാൽ അവിടെ സംഭവിക്കുന്ന ആ എൻട്രോപ്പിയിൽ വരുന്ന മാറ്റമല്ല, ഒരു ജീവനുള്ള ഒരു ജീവിയിൽ വരുന്ന മാറ്റം. അവിടെ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ സിദ്ധാന്തം. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ മാറ്റങ്ങൾ, എവല്യൂഷൻ എന്ന് പറയുന്ന മാറ്റം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഈക്വലിബ്രിയം ഉണ്ടാവാൻ പാടില്ല. ഈക്വലിബ്രിയം വന്നു കഴിഞ്ഞാലോ, എല്ലാം ബാലൻസ് ആയി കഴിഞ്ഞാലോ എന്താ സംഭവിക്കുക? പിന്നെ എവല്യൂഷൻ സ്റ്റോപ്പായി പോകും. അങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? അതും പറഞ്ഞുതരാം. പുതിയ സാഹചര്യങ്ങൾ വരുമ്പോൾ ആ ജീവജാലത്തിന് എന്ത് ചെയ്യാൻ പറ്റും? സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആ ജീവജാലം സ്വാഭാവികമായിട്ടും നശിക്കും, ആ ജീവി നശിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് എവിടെ വേണ്ടത്? ജീവികൾക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? ഒരു ഹീറ്റ് ഡെത്ത് പോലെയുള്ളൊരു കണ്ടീഷനാണ് അത്. ഹീറ്റ് ഡെത്ത് സംഭവിച്ചാൽ എന്താ പറ്റുക? സ്വാഭാവികമായിട്ടും ഒന്നും ഒരു ആക്ടിവിറ്റി നടക്കില്ല, ഒക്കെ ബ്ലോക്കായി പോകും. അതേപോലെ തന്നെ ജീവജാലങ്ങളുടെ ഇടയിലും ഇതുപോലുള്ള വേരിയേഷനുള്ള സ്കോപ്പ് ഉണ്ടായേ പറ്റൂ നിർബന്ധമായിട്ടും. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? പരിണാമം നടക്കുള്ളൂ. പരിണാമം നടന്നാൽ മാത്രമേ ജീവജാലങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതല്ലെങ്കിൽ ഹാങ് ആയി പോകും. താങ്കൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി അടുത്തത് മറ്റൊന്ന് പറഞ്ഞത് ട്രീ ഓഫ് ലൈഫാണ്. അവിടെ ഒരു വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്താ അറിയോ? ട്രീയുടെ ഈ പറഞ്ഞ ബ്രാഞ്ചുകൾ തമ്മിൽ മുട്ടിയാൽ സംഭവിക്കുന്ന എന്താ അറിയോ? അത് ട്രീ സ്ട്രക്ചർ എന്ന് മാറും. അതിനെ മെഷുകൾ എന്ന് പറയുക. പിന്നെ മെഷായി ഈ സാധനം. അപ്പൊ ട്രീ സ്ട്രക്ചറിന്ന് ഔട്ടായി പോകും. ജീവവൃക്ഷം എന്നുള്ളത് പറയുന്നതിന് പകരം മെഷായിക്കോട്ടെ. മെഷാവുമ്പോൾ എന്താ സംഭവിക്കുക? പല ജീവജാലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജീൻസ് ഷെയർ ചെയ്യുന്നു എന്ന് വരും. അങ്ങനെ വരുമ്പോൾ എന്താ, ഈ ബ്ലൈൻഡ് മ്യൂട്ടേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് പൊളിയും. ബ്ലൈൻഡ് മ്യൂട്ടേഷൻ മാത്രമല്ല, അതിലേക്ക് കയറി വരുന്ന ജീനുകൾ കൂടി കാര്യങ്ങൾ തീരുമാനിക്കും എന്നുള്ള അവസ്ഥ. ഇതാണ് ലാറ്ററൽ ജീൻ ട്രാൻസ്ഫർ. എൻഡോ സിംബിയോസിസിലും സംഭവിക്കുന്ന ഇതേപോലെ തന്നെയാണ്. ഒരു ജീവിയുടെ ഉള്ളിലേക്ക് വേറൊരു ജീവി കയറുക, എന്നിട്ട് അവിടെ ആ പുതിയ ആള് ഫോറിൻ പാർട്ടിക്കിൾ എന്നുള്ള രീതിയിലല്ല, അവിടുത്തെ കാരനായി അവൻ അവിടെ നിൽക്കുന്നു. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങളിലേക്ക് അവൻ മെല്ലെ മെല്ലെ കടക്കുന്നു. ഇതാണ്. എന്തായാലും നന്ദി. തൽക്കാലം നിർത്തുകയാണ്. അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. നമസ്കാരം. എൻ്റെ 7 മിനിറ്റിൻ്റെ വാദമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ലാറ്ററൽ ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒരിക്കലും ബ്ലൈൻഡ് മ്യൂട്ടേഷനെ ചോദ്യം ചെയ്യുന്നില്ല, ഡിനേ ചെയ്യുന്നില്ല. റാൻഡമലി സെലക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ജീൻ ട്രാൻസ്ഫർ ആയാലും ജീൻ മ്യൂട്ടേഷൻ ആയാലും റാൻഡമലി സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അതാരും നിയന്ത്രിക്കുന്നതോ ആരും സൂപ്പർവൈസ് ചെയ്യുന്നതോ കാര്യമല്ല. അതുകൊണ്ടാണ് അതിനെ റാൻഡം മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി താങ്കൾ വ്യക്തമാക്കണം എങ്ങനെയാണ് ഈ ലാറ്ററൽ ജീൻ ട്രാൻസ്ഫർ റാൻഡം മ്യൂട്ടേഷനെ ഡിനേ ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്ലൈൻഡ് മ്യൂട്ടേഷനെ ഡിനേ ചെയ്യുന്നത് താങ്കൾ വ്യക്തമാക്കണം. ഈ നാച്ചുറൽ സെലക്ഷനിൽ റാൻഡം സെലക്ഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം മറ്റു കാര്യങ്ങൾ അതിൽ ബാധിക്കുന്നുണ്ട്. സൂപ്പർ നാച്ചുറൽ ഫോഴ്സ് അല്ലാതെ മറ്റു കാര്യങ്ങൾ അതിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് റാൻഡം സെലക്ഷൻ എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഹ്യൂമൻ്റെ കാര്യത്തിലായാലും നമുക്ക് ഒരിക്കലും ഒരു റാൻഡം സെലക്ഷൻ നടത്താൻ നമുക്ക് സാധിക്കില്ല. മീൻസ്
അവിടെ ഫ്രീ വില്ല് നമുക്കില്ല. കാരണം നമ്മൾ എന്ത് വെച്ചാൽ അതിനൊരു സ്വാധീനം നമുക്കുണ്ടാവും. എന്തെങ്കിലും ഒരു സ്വാധീനം നമുക്കുണ്ടാവും. നമുക്കൊരു ഇഷ്ടപ്പെട്ട കളർ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിലും അതിനൊരു സ്വാധീനം നമുക്കുണ്ടാവും. അപ്പോൾ അവിടെ റാൻഡം സെലക്ഷൻ. പക്ഷെ ജീനിൽ അങ്ങനെയല്ല. ജീനിൽ ബ്ലൈൻഡ് മ്യൂട്ടേഷൻ ആണ് നടക്കുന്നത്. അവിടെ ലാറ്ററൽ ജീൻ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഒരു സംഭവം നടക്കുന്നു എന്നുള്ളത് മറ്റൊരു സംഭവം ഡിനൈ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വാദം, അതൊരു വാദം, ശരിയായ വാദമല്ല എന്നുള്ളത് ഞാൻ പറയാൻ പോകും. പിന്നെ ഫ്ലെക്സിബിൾ സിസ്റ്റത്തിന്റെ കാര്യം താങ്കൾ പറഞ്ഞു. ഫ്ലെക്സിബിൾ സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞതിലൂടെ താങ്കൾ ഗോഡിനെ ഡിനൈ ചെയ്യുന്നതിലേക്കാണ് അതിൽ വരുന്നത്. കാരണം ഈ ബില്യൺ കണക്കിന് വർഷം കഴിഞ്ഞിട്ടാണ് ഓരോ സ്ഥലത്തും അഡാപ്ഷൻ സംഭവിക്കുന്നതും അല്ലെങ്കിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതും മ്യൂട്ടേഷൻസ് സംഭവിക്കുന്നതും ഒക്കെ. അവിടെ 99% റോങ് മ്യൂട്ടേഷൻസ് ആയിരിക്കും, ബാഡായ മ്യൂട്ടേഷൻസ് ആയിരിക്കും. മനുഷ്യൻ ആ മ്യൂട്ടേഷനെതിരെ ആയിരിക്കും ജീവജാലങ്ങൾ പടവരുത. പക്ഷെ ഈ മ്യൂട്ടേഷൻസ് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഉണ്ടാവുന്നത്, ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഫ്ലെക്സിബിൾ സിസ്റ്റം ഒരു ക്രിയേറ്ററാണ് വെച്ചതെങ്കിൽ ഈ മാറ്റങ്ങൾ സംഭവിക്കുന്ന കാലത്തോളം ഈ ജീവിവർഗങ്ങളിൽ ഉണ്ടാവുന്ന നാശങ്ങൾ ഇതിനൊക്കെ ഉത്തരവാദിത്വം ഈ സൃഷ്ടാവിന് തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ഒരു ചേഞ്ച്, ഇപ്പൊ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും, ഞാനിപ്പോ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എനിക്ക് ആ അറ്റ്മോസ്ഫിയറിനനുസരിച്ച് മിങ്കിൾ ചെയ്യാനും ആ അറ്റ്മോസ്ഫിയർ അനുസരിച്ച് ജീവിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആരെങ്കിലും അങ്ങനെ, എൻ്റെ സൃഷ്ടാവ് എന്നെ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വിട്ടതാണ്. പക്ഷെ ഒരു സമൂഹം അങ്ങനെ പോകുന്ന സമയത്ത് ചിലർക്ക് മാത്രം അങ്ങനെ സംഭവിക്കുന്നു, ചിലർക്ക് മാത്രം അങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് റാൻഡമാണ്. മീൻസ് അവിടെ ഒരു നിയന്ത്രിതാവ് ഇല്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. താങ്കൾ പറഞ്ഞ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും ഫലിക്കുന്ന സംഭവമല്ല. ചിലർക്ക് സംഭവിക്കുന്നു, ചിലവർക്ക് സംഭവിക്കുന്നില്ല. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഈ ഭൂമിയിൽ തന്നെ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടായിട്ട് ഇത്രയും സ്ഥലത്ത് മനുഷ്യവാസമാവാനുള്ള കാരണം മനുഷ്യൻ നേടിയെടുത്ത കഴിവും മനുഷ്യൻ ഇവല്യൂഷനിൽ കൈവയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ്. മറ്റു ജീവികൾ ഇതുപോലെ ഡയറക്റ്റ്ലി കൈവയ്ക്കാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് അവരിൽ പലതും നശിച്ചു പോകുന്നതൊക്കെ. ഒരു മാന് കാലൊടിഞ്ഞ് കാട്ടിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. പക്ഷെ ഒരു മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ കാലു കൈ ഒടിഞ്ഞു കിടന്നാലും അവൻ ഇവല്യൂഷനെതിരായിട്ട് ജീവിക്കും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അവന് ബാധകമായിരിക്കില്ല. അതുകൊണ്ടാണ്. അപ്പോ ഇവിടെ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അതാണ് പരിണാമത്തിൽ ഇടപെടുന്ന മനുഷ്യനെ കുറിച്ച് ഞാൻ പറഞ്ഞത്. പിന്നെ സൃഷ്ടി, പരിണാമവും രൂപമാറ്റം ഉണ്ടാക്കുന്നു. ഇതെല്ലാം പരിണാമത്തിൽ സംഭവിക്കുന്ന റാൻഡം ആയിട്ടുള്ള സംഭവമാണ്. റാൻഡം ആൻഡ് നോ റാൻഡം നാച്ചുറൽ സെലക്ഷൻ ആയിട്ടുള്ള സംഭവമാണത്. അതെങ്ങനെയാണ് ഒരു സൃഷ്ടാവിലേക്ക് കൈവയ്ക്കുന്നത് എനിക്കറിയില്ല. അത് സൃഷ്ടാവിനെ ഡിനൈ ചെയ്യുന്നു ഓർ ഡിനൈ ചെയ്യുന്നില്ല എന്നുള്ളൊരു വാദം ആയിട്ട് ഞാൻ എടുക്കുന്നില്ല. താങ്കൾ അത് എന്തുകൊണ്ട് എടുക്കുന്നു എനിക്കറിയില്ല. ഒരു സൃഷ്ടാവിലേക്ക് നയിക്കാനുള്ള വാദമായിട്ടാണോ അല്ലെങ്കിൽ ഒരു സൃഷ്ടാവിനെ ഡിനൈ ചെയ്യുന്നില്ല എന്ന് തെളിയിക്കാനാണോ താങ്കൾ അത് പറഞ്ഞത് എനിക്കറിയില്ല. എന്തായാലും ഒരു സൃഷ്ടാവിനെ ഡിനൈ ചെയ്യുന്നു എന്ന് തെളിയിക്കാൻ സൃഷ്ടി, പരിണാമം, രൂപമാറ്റം ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരു ഡെഫിനേഷനുള്ളൊരു ഗോഡിനെ എടുക്കാൻ സാധിക്കില്ല. കാരണം ഇത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു മാറ്റമാണ്, പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാവുന്ന മാറ്റമല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏത് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഏതൊരു ജീവിവർഗവും ഏതൊരു സ്പീഷീസും ഏതൊരു ഒരു ദ്വീപിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ പോയി കഴിഞ്ഞാൽ അവരിൽ ജീവമാറ്റങ്ങൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഉണ്ടാവാം. ചിലവർ നശിച്ചു പോകും, ചിലവരുടെ ജീനുകൾ അവിടെ നശിച്ചു പോകാതെ നിൽക്കും. അപ്പോൾ ഈ ഒരു സംഭവം റാൻഡം ആയിട്ട് സംഭവിക്കണേ നടക്കുള്ളൂ. റാൻഡം ആയിട്ട് സംഭവിക്കുമ്പോൾ മാത്രമേ നടക്കുള്ളൂ. ഇപ്പൊ ഏതെങ്കിലും ഒരു സൃഷ്ടാവ് അതിന് പിന്നിലുണ്ടെങ്കിൽ അവിടെ ഈ ജീവിവർഗങ്ങൾ നശിച്ചു പോകാതെ തന്നെ ചിലപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോഡോ പക്ഷികൾ ഇതിങ്ങനെ വംശനാശം സംഭവിക്കാൻ കാരണം മനുഷ്യന്റെ കൈകടത്തലും അല്ലെങ്കിൽ മനുഷ്യൻ അവരിലുണ്ടാക്കിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഈ മനുഷ്യൻ അവരെ കൂടുതൽ കൊല്ലാനും.
അപ്പൊ ഇതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ ഡോഡോ പക്ഷികൾക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം ഡോഡോ പക്ഷികൾക്ക് ഉണ്ടായത്. പിന്നെ ഏലിയൻ ഗോഡിന്റെ കാര്യം താങ്കൾ പറഞ്ഞു. ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് ഈ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഗോഡിനെ വീണ്ടും വീണ്ടും ഡിനേ ചെയ്യുന്നു. ഈ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് ഞാൻ 5 പോയിന്റ് അവിടെ വെച്ചത്. ഓക്കെ, ഈ സൃഷ്ടി പരിണാമം സംഭവിക്കുന്നു, രൂപമാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള ഒരു റാൻഡം സെലക്ഷൻ മാത്രമാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്നു. പ്രിയ സുഹൃത്തെ ജസിൻ, വളരെ ഭംഗിയായിട്ട് താങ്കളുടെ പ്രസന്റേഷൻ ഞാൻ കേട്ടു. പക്ഷെ എനിക്കിതിലിപ്പോൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഒരു കൃത്യമായ പോയിന്റിലേക്ക്, എവല്യൂഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റിലേക്ക് താങ്കൾ വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഇനി ഞാൻ ഭയപ്പെടുന്ന കാര്യം ഞാൻ ആദ്യം അങ്ങോട്ട് പറയുകയാണ്. കാരണം ഇനി എല്ലാ ഇതിലും താങ്കളുടെ 5 പോയിന്റുകളും ഞാൻ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതിനെതിരുള്ള മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയാണ്, ഇതുവരെ പറഞ്ഞത് മുഴുവൻ അത് തന്നെയാണെന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയാവും. എന്തായാലും അത് മുൻകൂട്ടി ഞാൻ പറയുന്നില്ല. എന്തായാലും അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഓരോരോ പോയിന്റുകളായിട്ട് താങ്കൾക്കൊരു മറുപടി ഇടുകയാണ്. ഒന്നാമത്തെ, ദൈവം എന്ന ആശയത്തിനെതിരാണ് ജീവവ്യവസ്ഥ എന്നാണ് താങ്കളുടെ ആദ്യത്തെ പോയിന്റ് ഉണ്ടായിരുന്നത്. എന്നാരാ പറഞ്ഞത്? നമ്മളെ ജൈവവ്യവസ്ഥ എന്ന് പറയുന്നത് ഇവിടുത്തെ ബയോ കെമിക്കൽ പ്രോസസ്സുകളാണ്. ആ പ്രോസസ്സുകളും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളും, അതായത് നമ്മളെ നാച്ചുറൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. അതിലെവിടെയാണ് ഈ പറഞ്ഞ ദൈവവിശ്വാസത്തിന് എതിരാവുന്നത്? അതെനിക്ക് മനസ്സിലായില്ല. ഇനി നമുക്ക് വേറൊരു തലത്തും കൂടെ ഇതിനെ ആലോചിക്കാം. അതായത് അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടാണ് നമ്മുടെ ബയോ കെമിക്കൽ പ്രോസസ്സുകളൊക്കെ ഉണ്ടായതെങ്കിൽ, അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടാണ് നമ്മളെ ബ്രെയിൻ ഫോം ചെയ്തതെങ്കിൽ, അഡാപ്റ്റ് ചെയ്യപ്പെട്ടിട്ടാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് ഫോം ചെയ്തതെങ്കിൽ, അഡാപ്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ ബിലീഫ് സിസ്റ്റം ഉണ്ടായതെങ്കിൽ, അഡാപ്റ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും നമ്മളെ ദൈവവിശ്വാസം ഉണ്ടായിട്ടുണ്ടാവുക. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ആദ്യത്തെ മനുഷ്യൻ എന്ന് നമ്മളിപ്പോൾ ഒരു ഹ്യൂമൻ ചെയിൻ ഇങ്ങനെ എടുക്കുകയാണ്. അതിൽ ആദ്യമായിട്ടുണ്ടായി വന്നത് ദൈവവിശ്വാസമാണോ ഏത്തിസമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് 2 തരത്തിൽ മറുപടി പറയാം. ഒന്നുകിൽ ദൈവവിശ്വാസമാണ്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ബ്രെയിനിൽ അത് ഫോം ചെയ്ത് തന്നെ വന്നു എന്നുള്ള. ഇന്നത്തെ ഈ ഒരു കണ്ടീഷൻ, ഞാൻ അതിനു മുമ്പ് മറ്റൊരു കാര്യം പറയാം. ഇന്നത്തെ ഈ കണ്ടീഷൻ വെച്ചിട്ട് ദൈവവിശ്വാസികളാണോ ഏത്തിസ്റ്റുകളാണോ കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവിശ്വാസികൾ തന്നെയാണ് കൂടുതൽ. അതിൻ്റെ അർത്ഥം എന്താ? നാച്ചുറൽ സെലക്ഷൻ വഴി സെലക്ട് ചെയ്യപ്പെടുന്നത് കൂടുതലും ദൈവവിശ്വാസികളെയാണ് എന്നുള്ളതാണ്. ഇതിനു മുമ്പത്തെ കാലഘട്ടങ്ങളിൽ ഈ അടുത്ത കഴിഞ്ഞ 1000 വർഷമൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ദൈവവിശ്വാസികളാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. അങ്ങനെ നാച്ചുറൽ സെലക്ഷൻ വഴി ദൈവവിശ്വാസത്തിന് കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അതാണ് ഇവല്യൂഷണറലി സെലക്ട് ചെയ്യപ്പെടാൻ യോഗ്യതയുള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഭാവിയിലും അത് തന്നെ സംഭവിക്കുന്നുള്ളതാണ്. ബ്രെയിൻ അങ്ങനെ അത്തരത്തിലാണ്, അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ അത്തരത്തിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് താങ്കൾ അംഗീകരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ഇതിൻ്റെ അർത്ഥം എന്താ? ദൈവവിശ്വാസത്തിന് ദൈവവ്യവസ്ഥയിൽ ജൈവ വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മളെ ഇപ്പോഴത്തെ ഈ വ്യവസ്ഥയിൽ ദൈവവിശ്വാസത്തിന് സ്കോപ്പ് ഉണ്ടെന്ന് തന്നെയാണ്. അടുത്ത രണ്ടാമത്തെ വിശ്വാസത്തിലേക്ക് പോവുക, രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവുക. ലക്ഷ്യമില്ലാതെ ജൈവവ്യവസ്ഥ മുന്നോട്ട് പോകുന്നു എന്നുള്ള. നിങ്ങൾ എവിടുന്നാണ് ഈ പോയിന്റുകൾ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചില ആളുകൾ പറയാറുണ്ട് ഇങ്ങനെ ബ്ലൈൻഡ് മ്യൂട്ടേഷനാണ്, അവിടെ ലക്ഷ്യമില്ല. പക്ഷെ നാച്ചുറൽ സെലക്ഷൻ അത് കറക്റ്റ് ലക്ഷ്യത്തോടെയാണ് പോകുന്നത്, ഗൈഡഡ് ആണ്, ഡയറക്റ്റഡ് ആണ് എന്നുള്ളത്. നാച്ചുറൽ സെലക്ഷനാണ് ലോകം തന്നെ. അപ്പോൾ നമുക്ക് ബ്ലൈൻഡ് മ്യൂട്ടേഷനെ മാത്രമേ നമ്മളിനി ഇതിൻ്റെ പുറത്തേക്ക് ബ്ലൈൻഡ് അല്ല എന്നുള്ളത് തെളിയിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ ജൈവ വ്യവസ്ഥ എന്ന് പറയുന്നത് നാച്ചുറൽ സെലക്ഷൻ്റെ ബേസിൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അതിന് ഡയറക്ഷൻ ഉണ്ടെന്നില്ല. മൂന്നാമത്തെ പോയിന്റ്, പ്രോബ്ലം ഓഫ് ഈവിൽ. അത് ഞാൻ ചോദിച്ചു താങ്കളോട്. ഈവിൽ ഡിഫൈൻ ചെയ്യൂ ഫസ്റ്റ്. ഈവിൽ ഡിഫൈൻ ചെയ്യാം. താങ്കളൊരു ഈവിൽ, ഇത് ഈവില എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഈവിൽ ഫസ്റ്റ് ഡെഫിനിഷൻ അത് നടക്കണം. എങ്ങനെയാണ് എന്നാലേ അതിനർത്ഥമുള്ളൂ. പിന്നെ പ്രോബ്ലം ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന ഇംപെർഫെക്ഷൻസ് എന്ന് പറഞ്ഞു. ഇംപെർഫെക്ഷൻസ് ഇല്ലെങ്കിൽ, ഞാനിത് കഴിഞ്ഞ ഓഡിയോ ക്ലിപ്പ് അത്യാവശ്യം അതിന് തന്നെ ഉപയോഗിച്ചു. ഇംപെർഫെക്ഷൻസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഹോൾട്ടാവും കാര്യങ്ങൾ.
ഹോൾട്ട് ആവും എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു മാറ്റവും പറ്റില്ല, അവിടെ ഇക്വിലിബ്രിയത്തിലേക്ക് അത് പോവുക. അങ്ങനെ വന്നാൽ ഹോൾട്ട് ആവും എന്നുള്ളത് സയൻസ് പറയുന്നതാണ്. അതാണ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ബാക്കി നമ്മൾ കാണുന്നത്. അതിന് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇംപെർഫെക്ഷൻസിന്റെ കാര്യം, ഇവിടെ ഇംപെർഫെക്ഷൻ ഉണ്ടെങ്കിൽ അടുത്ത കൂടുതൽ ഇതിലേക്ക് പോകാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? അഞ്ചാമത്തെ പോയിന്റ് റിലീജിയസ് ടെക്സ്റ്റിൽ പറയുന്ന കാര്യമാണ്. റിലീജിയസ് ടെക്സ്റ്റ് ഇവല്യൂഷൻ സംബന്ധമായിട്ട് യാതൊരു ഇതുമില്ല. റിലീജിയസ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പല മിറാക്കിൾസും ഇതായിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് അതിന് മിറാക്കിൾസ് എന്ന് പറയുന്നത്. ഇവല്യൂഷനിൽ എന്താ മിറാക്കിൾസ് ഇല്ലേ? എൻഡോസിംബിയോൺസ് എന്ന് പറയുന്നത് അല്ലെ, എൻഡോസിംബിയോസിസ് എന്ന് പറഞ്ഞാൽ അത് മിറാക്കിൾ അല്ലേ? മിറാക്കിൾ എന്ന് പറഞ്ഞാൽ മിറാക്കിൾ ആയിട്ട് തന്നെ അതിനെ പറയേണ്ടി വരും. അതേപോലെ ലാറ്ററൽ ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എന്താ മിറാക്കിൾ അല്ലേ? എപ്പിജനറ്റിക് കൺട്രോൾ എന്ന് പറയുന്നത് മിറാക്കിൾ അല്ലേ? ഞാൻ ചോദിക്കുകയാണ്, ഇതൊക്കെ മിറാക്കിൾ തന്നെയാണ് വാസ്തവത്തിൽ. അതായത് നമ്മൾ സാധാരണയുള്ള ഫ്ലോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്ന അതിന് നമുക്ക് മിറാക്കിൾ എന്ന് പറയാം. അതല്ലെങ്കിൽ സാധാരണയുള്ള ആ നമ്മൾ ഇതില് ജനറൽ ലോസിന് വിരുദ്ധമായിട്ടുള്ള ഒരു വല്ല പ്രവൃത്തിയും കാണുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മിറാക്കിൾ എന്ന് പറയാം. യാതൊരു സംശയവും ഇക്കാര്യത്തിൽ. ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് സംഭവം. അത് എന്തായാലും അതിനേക്കാൾ ഒരു പടി കടന്നിട്ടുള്ള മിറാക്കിൾസ് ചിലപ്പം ഇതിലുണ്ടാവുമായിരിക്കാം, ഏത് റിലീജിയസ് ടെക്സ്റ്റിൽ ഉണ്ടാവുമായിരിക്കാം. അതിനും നമുക്ക് ഇത്തരത്തിലുള്ള ഡെഫിനിഷൻസ് ഒക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊണ്ടുവരികയും ചെയ്യാം, അത് വേറെ കാര്യം. എന്തായാലും അതിലേക്ക് പോകുന്നില്ല, അതോടെ നിൽക്കട്ടെ. അത് നമ്മൾ എവല്യൂഷൻ തിയറിയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് അഞ്ചാമത്തെ പോയിന്റ് ഞാൻ വളരെ ഭംഗിയായിട്ട് വെട്ടിയിടുകയാണ്. എവല്യൂഷൻ തിയറി അതുമായിട്ട് യാതൊരു ബന്ധമില്ല. എംബ്രിയോളജി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റ, അതൊന്നും അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയൊക്കെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? എംബ്രിയോളജി ഓരോ കാലഘട്ടത്തിലും പരിഷ്കരിച്ച് വരുന്ന ഒരു ശാസ്ത്രശാഖയാണ്. എംബ്രിയോളജിയെ പറ്റി ആദ്യകാലത്തുണ്ടായിരുന്ന അത് അന്നത്തെ ശാസ്ത്രമായിരുന്നു, അന്നത്തെ ആ ധാരണയല്ലല്ലോ ഇന്നുള്ളത്. ഇന്നത്തെ ധാരണ ഇനി 100 കൊല്ലം കഴിയുമ്പോൾ തിരുത്തപ്പെടില്ലെന്ന് എന്താ? അതും തിരുത്തപ്പെടും, യാതൊരു സംശയവും ഇല്ല കാര്യത്തിൽ. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ അതിലേക്കുള്ള ചർച്ചയിലേക്ക് പോവാത്തെയാണ് നല്ലത്. പിന്നെ താങ്കളുടെ മറ്റൊരു ആർഗ്യുമെന്റ് പറഞ്ഞു, ഈ മൈറ്റോകോൺട്രി, അതിൻ്റെ ഞാൻ അത് അവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. കോംപ്ലക്സിറ്റി വഴി ദൈവത്തെ കണ്ടെത്താന്നല്ല, നമുക്ക് മനസ്സിലാക്കാം വേണമെങ്കിൽ. അവിടെ ദൈവത്തിന്റെ സാധനം, ദൈവം അത് ചെയ്യുന്നു എന്നുള്ളത്, ദൈവം എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഓരോ ദൈവത്തിന്റെ സൃഷ്ടികളിലേക്ക് നോക്കിയിട്ട് കാര്യം മനസ്സിലാക്കാന്നുള്ള, അതിനാണ് ആ ഏലിയൻസിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. ഇനി ഒന്നും കൂടെ വ്യക്തമാക്കി തരാം. ഏലിയൻസിനെ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അവ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അവ എന്തെങ്കിലും തരത്തിലുള്ള സിഗ്നലുകൾ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ഇത്തരത്തിലുള്ള ഒരു സിഗ്നൽ നമുക്ക് ഇതുപോലെ ഏതെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ള വല്ല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിക്കൂടെ അവിടെ മറ്റെന്തോ ഉണ്ട് എന്നുള്ളത്. ഇത്രയും ഞാൻ സൂചിപ്പിച്ചുള്ളൂ. അത് എവല്യൂഷൻ തിയറി ആയിട്ടൊന്നും ബന്ധമില്ല, അതും പറഞ്ഞുതരാം. അല്ലെങ്കിൽ ചർച്ച പോകണം നിർബന്ധമില്ല. പിന്നെ റാൻഡം മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇതൊരു തെറ്റായ ധാരണ. ഇത് റാൻഡം ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റുക? മ്യൂട്ടേഷൻ റാൻഡമാണ്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഒരു സ്പീഷീസ് മറ്റു സ്പീഷീസിലേക്ക് മാറുന്ന ഇന്റർ സ്പീഷീസ് ഇതുണ്ടല്ലോ, ചില ജീവികളൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. അതായത് അവ ക്രോസ് ചെയ്ത് വന്നിട്ട് വേറൊരു ജീവി ഉണ്ടാവും. അപ്പൊ ഈ പന്നൽ ചെടിയൊക്കെ അങ്ങനെയാണ്. അതൊരു എൻഡോസിംബിയോസ് ആണെങ്കിലും സംഭവം ഞാൻ പറയാം. അതുപോലെയുള്ള പല ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നമുക്ക് പറയാം. അത്തരം സ്പീഷീസുകളിൽ എന്താ സംഭവിക്കുന്നത്? എന്താ വാസ്തവത്തിൽ 2 തരം ജനറ്റിക് പാറ്റേൺസ് ആണ്, 2 തരത്തിലുള്ള ക്രോമസോമൽ പാറ്റേൺസ് ആണ്. അത് ഒരു ജീവിയുടെ ശരീരത്തിലേക്ക്, ഒരു സെല്ലിലേക്ക്, നമ്മൾ ഈ പറഞ്ഞല്ലേ ആദ്യത്തെ സെല്ലിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? ഭ്രൂണം ഉണ്ടാകുമ്പോൾ അവിടെ ഇതിൻ്റെ ഒരു മൾട്ടിപ്പിൾസ് ഉണ്ടാവുകയാണ്. അതായത് രണ്ടും ഓരോ കോപ്പി എക്സ്ട്രാ ഉണ്ടാവുകയാണ്. അപ്പൊ സാധാരണ ആളുകളുടെ ഇടയിൽ 2 പേര് സെറ്റ് ക്രോമസോം ആണെങ്കിൽ മറ്റിടത്ത് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ 4 സെറ്റാണ്. ഇത് എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. എന്നിട്ട് പുതിയൊരു ജീവിയാണ് ഇന്ന് ഉരുത്തിരിഞ്ഞു വരുന്നത്. പല കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, അതിലൊക്കെയാണ് നമ്മൾ പറയാം. അപ്പോൾ അവിടെ ആ ജീവിക്ക് നിലനിൽക്കാൻ കഴിയുന്നുണ്ട് വളരെ ഭംഗിയായിട്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? അതേപോലെ ക്യാൻസർ സെല്ലുകൾ ഉണ്ടാവുന്നു. ക്യാൻസർ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞൊരു ഒറ്റ ഇതിലാണ്, ഒരു സിംഗിൾ മ്യൂട്ടേഷൻ വഴി എന്ന് താങ്കൾ ഒരു ഇതായിട്ട് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയാണോ ശാസ്ത്രത്തിൽ? അത് വളരെ ഗൈഡഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ലേ? കാരണം നമ്മളെ സെല്ലിൽ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചാൽ അതിനെ കൃത്യമായി എഡിറ്റ് ചെയ്യാനുള്ള മെക്കാനിസം, അതിനെ ചെക്ക് ചെയ്യാനും വെരിഫൈ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള മെക്കാനിസം അവിടെ തന്നെ ഉണ്ട്. എന്നാൽ ആ മെക്കാനിസത്തിന് എതിരായിട്ട് വല്ല ആക്ടിവിറ്റീസും നടക്കുക, അതിപ്പോൾ പുറത്തുനിന്നുള്ള വേറെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള വെറും ഒരു UV ലൈറ്റ് അടിച്ചാൽ അങ്ങനെ നമ്മുടെ ശരീരത്തിലെ സെല്ലുകൾ നിരന്തരമായി മ്യൂട്ടേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം ക്യാൻസറസ് ആവുന്നുണ്ടോ? ഇല്ലല്ലോ.
അതെന്ന് വെച്ചാൽ ഈ ക്യാൻസറസ് അത് മാത്രമല്ല, ക്യാൻസറസ് പെട്ടെന്നാവുന്നത് വാസ്തവത്തിൽ ഈ പറഞ്ഞ ബ്ലൈൻഡ് മ്യൂട്ടേഷൻ കൺസെപ്റ്റിനെതിരാണ്. അതും വേണം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ ആ പോയിന്റ് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അടുത്ത ഇതിലേക്ക് കിടക്കാം. 9:30 മിനിറ്റായി, കട്ട് ചെയ്യാണ്. നമസ്കാരം. നോൺ റാൻഡം സെലക്ഷൻ എന്നുദ്ദേശിക്കുന്നത് വേറൊരു ഫാക്ടേഴ്സും ജനറ്റിക് മ്യൂട്ടേഷനെ ബാധിക്കുന്നില്ല. സെല്ലിലുള്ളൊരു സെല്ലിൻ്റെ ഒരു വിശേഷ ഗുണമാണ് ഈ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ മെക്കാനിസം, അതിനെതിരെയുള്ള മെക്കാനിസം എന്ന് പറയുന്നത് നോൺ റാൻഡമാണ്. ജനറ്റിക് മ്യൂട്ടേഷൻ റാൻഡമാണ്. കാരണം അതിനെ വേറൊരു ഫാക്ടേഴ്സും അതിനെ ബാധിക്കുന്നില്ല. റേഡിയേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ ഉണ്ടാവും, അതുണ്ടായില്ലെങ്കിൽ മ്യൂട്ടേഷൻ ഉണ്ടാവും. ഈ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് അതിന് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഒരു ജീവിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ബാധിക്കും. അതുകൊണ്ടാണ് അതിനെ നോൺ റാൻഡം എന്ന് പറയാൻ കാരണം. ഗൈഡഡ് ആണെന്നല്ല അതിൻ്റെ അർത്ഥം. പിന്നെ ബിലീഫ് സിസ്റ്റത്തിനെതിരെ എന്ന് പറയാനുള്ള കാരണം റിലീജിയസ് കോഡ് എന്ന് പറയുന്ന സംഭവം ഒരു ഡെഫിനേഷൻ ഉണ്ട്. അതിൽ പെർഫെക്റ്റാണ്, പെർഫെക്റ്റായിട്ടുള്ളൊരു ഗോഡ് എന്തായാലും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സൃഷ്ടി നടത്തില്ല. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു സൃഷ്ടിയായിരിക്കണം എന്നാണ്. അപ്പം അതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണിൻ്റെ ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് നമുക്കുള്ളൊരു അപാകതയാണ്. പിന്നെ ചോക്കിങ്, നമ്മൾ എത്ര കുട്ടികളാണ് ചോക്കിങ് കാരണം മരണപ്പെടുന്നത്. അപ്പോൾ അത് ചോക്കിങ് നമുക്കുള്ളൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അത് നമ്മൾ ബൈപ്പട്ടലിസം തുടങ്ങിയപ്പോൾ ഉള്ള നമ്മുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇക്വലിബ്രിയം അല്ല ഞാൻ ഉദ്ദേശിച്ചത്. താങ്കൾ വീണ്ടും ഇക്വലിബ്രിയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാനത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ ഇംപെർഫെക്ഷൻസ് ആണ്, ചില ജീവികളിലുള്ള ഇംപെർഫെക്ഷൻസ്. അതുപോലെ തന്നെ നമുക്ക് അഡാപ്ഷൻ ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അഡാപ്ഷൻ, നമ്മളൊരു സ്പീഷീസ് അഡാപ്റ്റഡായി പുതിയൊരു ജീവികൾ ഒരുപാട് സമയമെടുക്കും. അവിടെ ഗൈഡഡ് ആണെങ്കിൽ അത്രയും സമയം എടുക്കില്ല. ഗൈഡഡ് ആയിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ ഇത്രയും സമയം എടുക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ ഗോഡ് ഡിനൈ ചെയ്യപ്പെടുകയാണ്. അങ്ങനെ ഇത് ഒരിക്കലും ഗൈഡഡ് അല്ല. അതുപോലെ തന്നെ ഇത് എന്താണോ ദൈവത്തിൻ്റെ ഡെഫിനേഷൻ അതിനെതിരെയാണ് ഇത് പോകുന്നത് പറയാൻ കാരണം അതാണ്. പിന്നെ ആദ്യം ഉണ്ടായത് ദൈവവിശ്വാസം തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവവിശ്വാസം എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിനെ എതിർക്കാനാണ് എത്തിയിസം എന്ന് പറയുന്ന സംഭവം ഫോം ചെയ്തത്. ദൈവവിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ എത്തിയിസത്തിന് പ്രാധാന്യമില്ല. പിന്നെ ദൈവവിശ്വാസം അല്ലാത്ത വേറെ അന്ധവിശ്വാസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ എത്തിയിസം വർക്ക് ചെയ്തെന്ന് വരും. മനുഷ്യൻ ആർജിച്ച എല്ലാ സംഭവങ്ങളും ഏതെങ്കിലും ഒരു കാലത്ത് മനുഷ്യന് ഉപകാരപ്പെട്ടതോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സർവൈവ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സെക്കൻഡറി ബൈ പ്രൊഡക്റ്റോ ഇപ്പോൾ പ്രായത്തിലുള്ള വിശ്വാസം, ഈ ഭയം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ദൈവവിശ്വാസമൊക്കെ അതിനൊക്കെ ഇവല്യൂഷണലി ട്രൈറ്റ് ഉണ്ടാവും. ഇപ്പം ഇവല്യൂഷണലി നമ്മൾ ആർജിച്ച കാര്യങ്ങൾ എല്ലാം ഇപ്പം ട്രൈബലിസം എന്ന് പറയുന്ന ഒരു സംഭവം. ട്രൈബലിസം എന്ന് പറയുന്നത് ഈ കാലത്ത് യാതൊരു പ്രാധാന്യം ഇല്ലാത്തത് മാത്രമല്ല, ഈ കാലത്ത് ദോഷകരമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഒരു ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന രീതിയിലാണ് മനുഷ്യനിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവല്യൂഷനിൽ നമുക്ക് ആർജിച്ചത് ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഉപകാരപ്പെടണം എന്നുമില്ല. ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. 5 മിനിറ്റായി. ഒരുപാട് കാര്യങ്ങൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പ്രിയ സുഹൃത്തെ ജസ്റ്റിൻ,
താങ്കളിപ്പം മറ്റൊരു വഴിയിലൂടെയാണ് പോകുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ്മെന്റുകൾക്ക് വിരുദ്ധമായിട്ടാണ് ഇപ്പോഴത്തെ പുതിയ സ്റ്റേറ്റ്മെന്റുകൾ പോകുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്ന് താങ്കളുടെ പ്രൊമൈസസിൽ രണ്ടാമത്തെ പോയിന്റ്, ലക്ഷ്യമില്ലാത്ത ജൈവവ്യവസ്ഥ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ജൈവവ്യവസ്ഥ മുന്നോട്ട് പോകുന്ന ലക്ഷ്യമില്ലാതെയാണെന്നില്ല. ഇപ്പൊ ഇവിടെ താങ്കൾ പറയുക, കഴിഞ്ഞ ക്ലിപ്പിൽ പറയുന്ന നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് ഗൈഡഡാണ്, അതിന് ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ്. അത് പരസ്പര വിരുദ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റാണ്. അതുകൊണ്ട് ആ രണ്ടാമത്തെ പോയിന്റ് ഇനി നമുക്ക് പരിഗണിക്കേണ്ടതില്ല. മൂന്നാമത്തെ പോയിന്റിനെ സംബന്ധിച്ച് ഈവിൽ താങ്കൾ ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. മാത്രമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈവിൽ നേച്ചറുള്ള ഒരു ഗോഡ് ഉണ്ടെങ്കിൽ എന്ന് ആണ് താങ്കൾ പറയുന്നതെങ്കിൽ അതൊരിക്കലും ദൈവത്തിന് വിരുദ്ധമാവുന്നില്ല. പോട്ടെ, മൂന്നാമത്തത് ദൈവിക കൺസെപ്റ്റിന്, ആശയത്തിൽ നമുക്ക് ദൈവത്തിന് കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സിനെ വിരുദ്ധമാവുന്നുള്ളൂ. മനസ്സിലായില്ലേ? മൂന്നാമത്തേതായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ മറ്റൊരു അബദ്ധം, ഞങ്ങൾ ബില്യൺ കണക്കിന് വർഷങ്ങൾ എടുത്തിട്ടാണ് അഡാപ്റ്റേഷൻ സംഭവിക്കുന്നത്. ആകെ ഭൂമി ഉണ്ടായിട്ട് 4.6 ബില്യൺ ഇയേഴ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഇങ്ങനെ ബില്യൺ കണക്കിനൊന്നും പറയാറ്റില്ല. ആകെ ഈ 4 ബില്യൺ വർഷമായിട്ടുള്ളൂ ജീവജാലങ്ങൾ, ഒന്നാമത്തെ ഏകകോശ ജീവി ഉണ്ടായിട്ട്. യൂക്കാരിയോട്സ് ഉണ്ടായിട്ട് 2 ബില്യണേ ആയിട്ടുള്ളൂ. ഇനി അതല്ല, കാംബ്രിയൻ എക്സ്പ്ലോഷൻ നടന്നിട്ട് വളരെ കുറച്ച്, ഇതൊക്കെ ഉള്ളൂ സംഭവം. ഇതിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെ നടക്കുന്നത്. ബില്യൺ കണക്കിനൊന്നും നമ്മൾ കൂട്ടുണ്ടായി, ലേശം കൂട്ടി പറഞ്ഞ സംശയമുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ നേടിയെടുത്ത കഴിവിനെ പറ്റി പറയുന്നുണ്ട് താങ്കൾ. ആ എടുത്ത കഴിവ് കൊണ്ടാണ് ഭൂമിയിൽ എല്ലായിടത്തും നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. ഭൂമിയിൽ മനുഷ്യനുള്ളിടത്തെല്ലാം തന്നെ മൃഗങ്ങളുണ്ട്. അതിനേക്കാൾ കൂടുതൽ സ്ഥലങ്ങൾ മനുഷ്യന് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിലും മറ്റ് ജീവജാലങ്ങളുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണല്ലോ. ഹൈഡ്രോതെർമൽ വെൻസ് പോലത്തെ വെന്റുകളിലൊക്കെ ബാക്ടീരിയകളും മറ്റ് ആൽഗകളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിതുവരെ അങ്ങനെ അതിലൊക്കെ സഞ്ചരിക്കാൻ പറ്റുമോ? ഇല്ല. അതേപോലെ ഐസ് ഏജിൽ മനുഷ്യൻ ഇത് ഇങ്ങനെ നേടിയെടുത്ത നമ്മളിപ്പോൾ എത്തുന്നില്ല. ഐസ് ഏജിൽ മനുഷ്യന് നോർത്ത് അമേരിക്കയിലും ഇതിലൊക്കെ ആയിട്ട് അന്ന് കിലോമീറ്റർ കണക്കിലായിരുന്നു ഐസ് ഉണ്ടായിരുന്നു നോർത്ത് അമേരിക്കൻ്റെ നോർത്ത് ഭാഗങ്ങളിൽ. അപ്പോൾ അതെല്ലാം അവിടെ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ അബദ്ധങ്ങൾ പറയാതിരിക്കുക ദയവേദിട്ട്. പിന്നെ മറ്റൊന്ന് ലാറ്ററൽ ജീൻ ട്രാൻസ്ഫറിനെ പറ്റിയിട്ടാണ്. അത് ബ്ലൈൻഡ് മ്യൂട്ടേഷൻ പോലെ ബ്ലൈൻഡായിട്ട് സംഭവിക്കുന്നത്. അത് വെറും അബദ്ധമാണ്. കാരണം എന്താ വെച്ചാൽ, ഇപ്പം ഞാൻ സൂപ്പർ ബഗുകളെ പറ്റി പറയാം, ജസ്റ്റ് ഒന്ന്, എൻ്റെ സമയമില്ലാത്തതുകൊണ്ട് സ്പീഡായിട്ട് പറയാം. അത് ഓരോ ബാക്ടീരിയകളും അത് അതിൻ്റെതായ തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി സിസ്റ്റം വർക്ക് ചെയ്തിട്ട് അവർ അതിനുള്ള ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കുകയാണ്. അങ്ങനെ ഇത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴി അവരുടെ ജീനുകളിലേക്ക് ഇത് കോഡ് ചെയ്യാണ്. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ലാറ്ററൽ ജീൻ ട്രാൻസ്ഫർ വഴി ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം ഷെയർ ആണ്. അപ്പോൾ ഒരു ബാക്ടീരിയ ഉണ്ടാക്കിയത് മറ്റൊരു ബാക്ടീരിയക്കും, മറ്റൊരു ഉണ്ടാക്കി ഇങ്ങോട്ട് തിരിച്ചുമൊക്കെ ആയിട്ട് മൊത്തം ആ ഗ്രൂപ്പുകൾ മൊത്തം സൂപ്പർ ബഗുകളായിട്ട് മാറുകയാണ്. ഇതെങ്ങനെയാണ് ബ്ലൈൻഡ് ആവുന്നത്? ശരി, ഞാൻ തൽക്കാലം കട്ട് ചെയ്യുന്നു, സമയം ഒരുപാടായതുകൊണ്ട്. നന്ദി. നമസ്കാരം. റാൻഡം സെലക്ഷൻ എന്ന് ഞാൻ പറഞ്ഞത് ആരെങ്കിലും ഗൈഡഡ് ചെയ്യുന്നുണ്ട്, ഇതിനൊരു ലക്ഷ്യമുണ്ട് എന്ന അർത്ഥത്തിലല്ല. റാൻഡം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ മറ്റു കാര്യങ്ങൾ ഇതിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെ നോൺ റാൻഡം എന്ന് പറയുന്നത്. അങ്ങനെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും മറ്റു കാര്യങ്ങളും ബാധിക്കാത്തതിനെയാണ് ജനറ്റിക്കലി നോൺ റാൻഡം മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇവിടെ റാൻഡം ആൻഡ് നോൺ റാൻഡം എന്ന് പറയുന്നത് ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നതോ ആരെങ്കിലും കൺട്രോൾ ചെയ്യാത്തതോ അല്ല. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സോ അതുപോലെ എവല്യൂഷണറി പ്രഷർ ആയിട്ടുള്ള മറ്റു ഫാക്ടേഴ്സൊക്കെ ബാധിക്കുന്ന ഒന്നാണ് നാച്ചുറൽ സെലക്ഷൻ. ഇതങ്ങനെ ട്രെയിനിൽ ഏതോ ഒരു കുഞ്ഞ് പുറത്തേക്ക് തെറിച്ച് വീണ് അങ്ങനെ ഉണ്ടാവുന്നതല്ല നാച്ചുറൽ സെലക്ഷൻ. അതിനൊരു ഗൈഡഡ് സിസ്റ്റം അല്ല, കൺട്രോളിങ് ഫാക്ടേഴ്സ് വേറെ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ജനറ്റിക് മ്യൂട്ടേഷൻ അങ്ങനെയില്ല. ഇതേപോലെ തന്നെയാണ് കോമ്പിറ്റബിലിറ്റി ഉള്ള ജീനിന് മാത്രമേ ലാറ്ററൽ ജീൻ ട്രാൻസ്ഫർ പറ്റുള്ളൂ. അതിനൊരു മേജർ റൂൾ ഉണ്ട് അങ്ങനെ ഈ കോമ്പിറ്റബിലിറ്റി ആയിട്ടുള്ള DNA-ക്ക്. അതുകൊണ്ടാണ് അത് നോൺ റാൻഡം എന്ന് പറയാൻ കാരണം. ആരെങ്കിലും ഗൈഡഡ് ചെയ്തു എന്നുള്ളതല്ല. ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നു എന്ന തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന് ഈ എവല്യൂഷനിൽ ദിശാബോധം ഇല്ലാതെ, യാതൊരു ലക്ഷ്യമില്ലാതെ, ആരും കൺട്രോൾ ചെയ്യാതെ പോകുന്നതാണ്. നോൺ റാൻഡം ആൻഡ് റാൻഡം സെലക്ഷനിൽ താങ്കൾ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നെല്ലാ അർത്ഥത്തിലല്ല മനസ്സിലാക്കേണ്ടത്. മറ്റ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇതിൽ ഇടപെടുന്നുണ്ട്. മറ്റു കാര്യങ്ങൾ, ഒരു ജീവിയുടെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും ഇതിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് നന്നായി ഫാസ്റ്റിൽ ഓടാൻ കഴിയും, അതുകൊണ്ട് എനിക്ക് മറ്റ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം ഫാസ്റ്റിൽ ഓടാൻ കഴിയുക എന്നുള്ളൊരു അഡ്വാൻറ്റേജസ് എൻ്റെ നാച്ചുറൽ സെലക്ഷനെ ബാധിക്കുന്നുണ്ട്. പക്ഷെ മ്യൂട്ടേഷൻ അത് ബാധിക്കുന്നില്ല. എൻ്റെ കൺട്രോളിലല്ല, ഒരു ജീവിയുടെ കൺട്രോളിലല്ല മ്യൂട്ടേഷൻ നിൽക്കുന്നത്. ലാറ്ററൽ ജീൻ ട്രാൻസ്ഫർ കമ്പാറ്റബിലിറ്റി ആയിട്ടുള്ളൊരു DNA-ക്ക് മാത്രമാണ്
അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജസ് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ മനുഷ്യൻ കാര്യം, എല്ലാ സ്ഥലത്തും മനുഷ്യൻ ഇപ്പം എത്തിയിട്ടുണ്ട്. മനുഷ്യൻ എല്ലാ നേച്ചറും, അവന് ജീവിക്കാൻ പറ്റാത്ത നേച്ചറും അവന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലാക്കി തീർത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ താമസിച്ചിട്ടുണ്ട്. പല ജീവികളും പല സ്ഥലത്തും താമസിക്കുന്നുണ്ട്. പക്ഷെ അവർക്കിപ്പോൾ ഒരു പെൻഗിന് മരുഭൂമിയിലൊന്നും താമസിക്കാൻ സാധിക്കില്ല. പക്ഷെ മനുഷ്യന് ഐസ് ആയിട്ടുള്ള സ്ഥലത്തും ഇവിടെയും ആരോഗ്യത്തോടു കൂടി ഇപ്പം ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് മനുഷ്യൻ അവിടെ ഐസേജിൽ ജീവിച്ചിരുന്ന എത്ര പേര് സർവൈവ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. 800 കോടിയോളം ആളുകൾ ഇപ്പോൾ സർവൈവ് ചെയ്യുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഒരുപോലെ സർവൈവ് ചെയ്യുന്നുണ്ട്. അതാണ് വ്യത്യാസം. ഇപ്പോൾ അതുകൊണ്ടാണ് എവല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നും മനുഷ്യൻ എവല്യൂഷനിൽ കൈവച്ചെന്നും കൂടുതൽ മനുഷ്യനെ എല്ലാ സ്ഥലത്തും സർവൈവ് ചെയ്യാൻ ശരിക്കും ഭൂമി എന്ന് പറയുന്നത് കുറച്ച് സ്ഥലത്ത് മാത്രം മനുഷ്യന് ജീവിക്കാൻ, ഈ ടെക്നോളജി ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ മനുഷ്യന് ജീവിക്കാനുള്ള കഴിവുള്ളൂ. പക്ഷെ ഈ ടെക്നോളജി വെച്ച് ഭൂമിയിൽ എല്ലായിടത്തും പെറ്റി വരികി എല്ലായിടത്തും മനുഷ്യന് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് എൻ്റെ പോയിന്റ്. മറ്റു ജീവികളെയും നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് മനുഷ്യനുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ജീവിക്കാൻ സാധിപ്പിക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സർവൈവിങ് ആൻഡ് പെയിൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് അങ്ങനെ വേണമെങ്കിൽ സൃഷ്ടിക്കാൻ കുഴപ്പമില്ല. പക്ഷെ നിലവിൽ ഉള്ള ഡെഫിനിഷൻ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് പെയിൻ ആൻഡ് സഫറിങ് എന്ന് പറയുന്നത് ക്രിയേഷന് വിരുദ്ധമാണ് എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള പെയിനുകൾ, അല്ലാതെ മനുഷ്യൻ വരുത്തി വെച്ച പ്രശ്നങ്ങളുടെ പെയിനല്ല, അനാവശ്യമായിട്ട് മീൻസ് പാരസൈറ്റുകൾ. ഒരു ജീവിയുടെ തലച്ചോറ് നിന്നിട്ട് വേണം മറ്റൊരു ജീവിക്ക് ജീവിക്കാൻ, അങ്ങനെ ഒരു പാരസൈറ്റ് ആയിട്ട് ജീവിക്കുക, അങ്ങനെ ഒരു സംഭവം. ഇവിടെ എന്ന് പറയുന്നത് ഒരു ജീവി സെലക്ട് ചെയ്യപ്പെടുന്നത് സർവൈവലിന്റെ ഭാഗമായിട്ടാണ്, ആരും കൺട്രോൾ ചെയ്തിട്ടുള്ളതല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. ഓക്കെ ജസ്റ്റിൻ, ഞാനേ താങ്കളുടെ ആ ഓഡിയോ ക്ലിപ്പ് കേട്ടു. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഓർഡറും കിട്ടിയില്ല എവിടെയാണ് എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ 2-3 തവണ കേൾക്കേണ്ടി വന്നു എനിക്ക്. അപ്പൊ ഇതില് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ എൻ്റെ ഊഹം പറയുകയാണ്. താങ്കൾ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ ഈ ലക്ഷ്യമില്ലാതെയാണ് ജൈവവ്യവസ്ഥ മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് താങ്കളുടെ പ്രിമൈസസിൽ ആ സ്റ്റേറ്റ്മെന്റിനെ ന്യായീകരിക്കാനുള്ള ശ്രമമാണോ നടത്തിയെന്നുള്ള. ഇവിടെ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് നോൺ റാൻഡം ആണെന്ന് പറഞ്ഞല്ലോ. ഈ നോൺ റാൻഡം എന്ന് പറയുന്നിടത്ത് എങ്ങനെയാണ് അത് പിന്നെ ഈ പറഞ്ഞ ലക്ഷ്യമില്ലാതെ ഗൈഡഡ് ആണെന്നുള്ള ഉദ്ദേശം ഇല്ല എന്നുള്ള പറയുന്നത്? നോൺ റാൻഡം എന്ന് പറഞ്ഞാൽ പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്നതിനെയാണ് നോൺ റാൻഡം എന്ന് പറയുന്നത്. പർപ്പസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ എന്താ അതിൻ്റെ ഉദ്ദേശം എന്താ? അതിനല്ലേ ഗൈഡഡ് എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേക ഒരു ലക്ഷ്യത്തിൽ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യം. അപ്പൊ പിന്നെ ആ സ്റ്റേറ്റ്മെന്റ് വിരുദ്ധമായില്ലേ? ഇത്രയും ഇനി അതിന്റെ മുകളിൽ വെറുതെ കളിക്കണോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയാം. എന്തായാലും അടുത്തതിലേക്ക് ഞാൻ പറയാം. സെല്ലിന്റെ വിശേഷ ഗുണം മ്യൂട്ടേഷൻ ആണെന്ന് താങ്കൾ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട് അവിടെ. എന്താ അതിന്റെ അർത്ഥം? സെല്ലിൽ ഒരുപാട് മെക്കാനിസംസ് ഉണ്ട് മ്യൂട്ടേഷൻ വന്നാൽ കറക്റ്റ് ചെയ്യാൻ. എന്നാൽ മ്യൂട്ടേഷൻ ഉണ്ടാക്കാനുള്ള ഒരു മെക്കാനിസവും സെല്ലിലില്ല. അപ്പൊ ഇന്ന് ഏതാ സെല്ലിന്റെ വിശേഷ ഗുണം എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? മ്യൂട്ടേഷൻ ഉണ്ടാക്കുകയാണോ അതോ മ്യൂട്ടേഷൻ വന്നാൽ ക്ലിയർ ചെയ്യാനാണോ? ഇനി അടുത്ത 3-മത്തെ ഒരു പോയിന്റ് പറയാ. റിലീജിയസ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഇംപെർഫെക്ഷന്റെ ഇതിനെ പറ്റുക. പെർഫെക്റ്റ് ആയിട്ടുള്ള ഗോഡ് ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിയേഷൻ ചെയ്യുന്നു എന്ന് പറയുന്നതിനെ പറ്റിയിട്ട്. ഈ ബ്ലൈൻഡ് സ്പോട്ടിനെ പറ്റിയാണ് ഉദാഹരണം പറയുന്നത്. എന്താ ഈ ബ്ലൈൻഡ് സ്പോട്ട്? ബ്ലൈൻഡ് സ്പോട്ടിൽ അവിടെ നിന്നാണ് ഈ ഞരമ്പുകൾ കംപ്ലീറ്റ് പുറത്തേക്ക് എടുക്കുന്നത്. അവിടെ അങ്ങനെ ഒരു സ്പോട്ട് ഉണ്ട്, ശരി, ഓക്കെ. എന്നിട്ട് നമ്മളെ തലച്ചോറ് എന്താ ചെയ്തു തരും നമുക്ക്? ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്നത് അവിടെ മാത്രമൊന്നും അല്ല ഉള്ളത്. കണ്ണിന്റെ ഈ സർക്കിളിൽ കഴിഞ്ഞ് കഴിഞ്ഞാല് ആ 2 കണ്ണിന്റെ ഒരു പ്രത്യേക ആ വിഷ്വൽ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ബ്ലൈൻഡ് സ്പോട്ടാണ്. ബാക്കിലൊക്കെ തലേന്റെ പുറകിലൊക്കെ ഈ ബ്ലൈൻഡ് സ്പോട്ടിന്റെ പ്രത്യേകത ഉണ്ട്. അതെന്താണെന്നറിയോ? ആ ബ്ലൈൻഡ് സ്പോട്ടിൽ നമുക്ക് ഒരു സാധനവും കാണിച്ചു തരുന്നില്ല. ബ്രെയിൻ ഒന്നും നമുക്കൊരു പിക്ചർ ഇമേജ് ഒന്നും തരില്ല. പക്ഷെ ഈ ബ്ലൈൻഡ് സ്പോട്ട് നമുക്ക് ബ്രെയിൻ അത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് എങ്ങനെയാണ്, അവിടെ നമുക്ക് അത് അറിയാത്ത രീതിയിൽ എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത് വരച്ച് കാണിച്ചു തരും. അപ്പൊ അത് അഡ്വാൻറ്റേജ് തന്നെയല്ലേ നമുക്കറിയാം 2-3 പോയിന്റുകൾ. ഇപ്പൊ ബ്രെയിൻ സാധാരണ ഇതിൽ വിഷ്വൽ ഫീൽഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നത്? നമ്മളെ കണ്ണിങ്ങനെ ചുമന്റെ നേരെ എങ്ങനെ നീക്കിയാലും അറിയാം.
അതിങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോവില്ല, ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ജമ്പ് ചെയ്യുള്ളൂ. അതെന്താ? അതങ്ങനെയാണ് അത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള കംപ്ലീറ്റ് ബ്രെയിൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ നമുക്ക് എക്സ്ട്രാപ്ലേറ്റ് ചെയ്ത് വരച്ചു തരാണ് ബാക്കിയുള്ള സാധനങ്ങൾ. എന്തൊക്കെയാണ് പിന്നെ എക്സ്ട്രാ ഉള്ളത്? ഇത് നമ്മൾ ലൊക്കേഷൻ സെൻസ് ചെയ്തിട്ട് ആ കണ്ണിന്റെ ലൊക്കേഷൻ ഏത് ഭാഗത്തേക്കാ പോയിന്റ് എന്ന് ആ ഭാഗത്ത് ലൊക്കേഷൻ സെൻസ് ചെയ്തിട്ടാണ് നമുക്ക് കൃത്യമായിട്ട് ബ്രെയിൻ ഈ ഇൻഫർമേഷൻ തരുന്നത്. എന്തായാലും അതിലേക്കൊക്കെ ഒരുപാട് സംസാരിക്കാനുണ്ട്, തൽക്കാലം അങ്ങോട്ടേക്ക് പോകുന്നില്ല. അത് തന്നെ. പിന്നെ ഈ ചോക്കിങ്ങിനെ പറ്റിയിട്ട് എന്താ ചോക്കിങ്ങിൽ ഇതുള്ളത്? അങ്ങനെ ആക്സിഡൻസ് പലതും സംഭവിക്കാം. എല്ലാവരും ചോക്കിങ്, എല്ലാവർക്കും ശ്വാസതടസ്സം വരുന്നു, അങ്ങനെയല്ല സംഭവം. ബൈപ്പഡലിസം കാരണം ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ പുരോഗമനത്തിന് കാരണം എന്നൊക്കെ നമുക്ക് ചില ആളുകൾ പറയുന്നുണ്ടാവാം. അപ്പൊ ആ അഡ്വാൻറ്റേജിനെ ഇപ്പുറത്തേക്ക് ഒരു ചോക്കിങ്ങിന്റെ ഇതാണ് വല്ലപ്പോഴും വല്ലവർക്കും മാത്രം സംഭവിക്കുന്ന ഒരു ചോക്കിങ്ങിന്റെ വെച്ചിട്ടാണ് ഇപ്പൊ കൗണ്ടർ ചെയ്യാൻ നോക്കുന്നത്. അല്ലെ പിന്നെ എല്ലാവരും ചോക്കിങ് ഒന്ന് വരിക്കണം, നല്ലൊരു ശതമാനം ആൾക്കാരും ചോക്കിങ് ഒന്ന് വരിക്കുന്നു. അപ്പൊ അത് ഇതാണ്. ചോക്കിങ്ങിന് വേറെയും പല കാരണങ്ങളുണ്ടാവാം. അപ്പൊ ഇത് മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? വൈപ്പഡലിസം കുട്ടികളിലാണ് ചോക്കിങ് പറയുന്നത്. നടക്കാൻ പോലും തുടങ്ങിയിട്ടില്ലാത്ത കുട്ടികളിലായിരിക്കും താങ്കൾ ഇത് പറയുന്നത്, വൈപ്പഡലിസത്തിന്റെ പ്രശ്നം പറയുന്നത്. അവര് നടക്കാൻ തുടങ്ങട്ടെ, അതിന് ശേഷമുള്ള ചോക്കിങ്ങിനെ ഈ വൈപ്പഡലിസത്തിന്റെ ഇതിൽ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാൽ പോരെ. പിന്നെ ഉള്ളത് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് ടൈം കൺസ്യൂം ആണ്. അത് ദൈവം ചെയ്തിരുന്നെങ്കിൽ പെട്ടെന്ന് തീർക്കണമായിരുന്നു പണി, ഇത്രയും സമയത്ത് തീർക്കരുത്. അത് ശരിയാ. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ ഞാൻ പറയാ, അതായത് വല്ല ഓർഗനും പ്രത്യേകമായിട്ട് ഇതാക്കി ദൈവം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഒരു ദിവസം ഉറങ്ങി പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ കിട്ടണമെന്ന് പറയാം. അങ്ങനെയൊക്കെ പറയാൻ പാടട്ടോ. അതുകൊണ്ട് ദൈവമില്ല, കാരണം സമയം എടുത്തിട്ടാ ചെയ്യുന്നത്. ഇപ്പൊ ഒരു കുട്ടി വളരുന്നുണ്ട് ചെറുതില്, എന്തിനാ ഇത്രയും ഗർഭപാത്രത്തിലൊക്കെ കിടന്നിട്ടൊക്കെ വരുന്ന നേരെ അങ്ങോട്ട് പോകുന്ന പരിഗണിച്ചിട്ട്? അതുകൊണ്ട് ദൈവം ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്യാ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. താങ്കളുടെ എവല്യൂഷൻ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പറയുക ദയവ് ചെയ്തിട്ട്, എന്നിട്ട് പറയാ ദൈവം ഇല്ല എന്ന് പറയും. അതല്ലാതെ താങ്കളുടെ മനസ്സിൽ കിടക്കുന്ന മനോവ്യാപാരങ്ങൾ വെച്ചിട്ടല്ല ദൈവം ഇല്ല എന്ന് പറയേണ്ടത്. ദൈവം അങ്ങനെ ചെയ്യുന്നില്ല അതുകൊണ്ട് ദൈവമില്ല, ദൈവം ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദൈവമില്ല. ഒരു സ്ഥലത്ത് പറയുന്നത് ദൈവം ഈവിൽ ചെയ്യുന്നു അതുകൊണ്ട് ദൈവമില്ല, വേറൊരു സ്ഥലത്ത് പറയുന്നത് ദൈവം ഇപ്പൊ ഇത് ഒരുപാട് സമയം എടുത്തിട്ടാണ് അഡാപ്റ്റേഷൻസ് ഇതാക്കുന്നത് അതുകൊണ്ട് ദൈവമില്ല. എന്താ ഇപ്പം ഞാൻ ചെയ്യാ? ശരി, ആയിക്കോട്ടെ. എന്തായാലും അടുത്ത ഓഡിയോ ക്ലിപ്പിനായി വെയിറ്റ് ചെയ്യും. നന്ദി. നമസ്കാരം. ഇവിടെ നോൺ റാൻഡം സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യമുള്ള അല്ലെങ്കിൽ ലക്ഷ്യബോധമുള്ള ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നതെന്നല്ല അർത്ഥം. എന്തുകൊണ്ടാണ് നോൺ റാൻഡം സെലക്ഷൻ എന്ന് നാച്ചുറൽ സെലക്ഷനെ വിളിക്കുന്നത്? അവിടെ മറ്റു ഫാക്ടേഴ്സ് അവിടെ സ്വാധീനിക്കുന്നുണ്ട്, നാച്ചുറൽ സെലക്ഷനെ സ്വാധീനിക്കുന്നുണ്ട്. ഒരു ജീവിയുടെ അഡ്വാൻറ്റേജസ്, സർവൈവ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഏതെങ്കിലും ജീവിയുടെ ഡിസഡ്വാൻറ്റേജസ് ഈ ഫാക്ടറിനെ ബാധിക്കുന്നുണ്ട്, നാച്ചുറൽ സെലക്ഷനെ. പക്ഷെ ഈ ലാറ്ററൽ ജീൻ ട്രാൻസ്ഫറിനെയും ഇതുപോലെ ജീൻ ഫാക്ടേഴ്സ്, DNA ഫാക്ടേഴ്സ് ബാധിക്കുന്നുണ്ട്. അതാരും ലക്ഷ്യബോധം ഉള്ളതുകൊണ്ടല്ല, ഇന്നൊരു ലക്ഷ്യം അങ്ങനെ അതുകൊണ്ടല്ല. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കൂട്ടം മാനിനെ ഒരു പുലി ഓടിക്കുകയാണെങ്കിൽ ഏറ്റവും വേഗത കുറഞ്ഞ മാനിനെ കിട്ടും, പുലിക്ക് ഭക്ഷിക്കാൻ കിട്ടും. അത് ഈ പുലി അതിനെ പിടിച്ചു തിന്നും. അങ്ങനെ പിടിച്ചു തിന്നാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം മാനിനെ ഇങ്ങനെ ഓടിപ്പിച്ച് അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് അങ്ങനെയല്ല. അത് ഇത് സ്വാധീനിക്കുന്നത് മാത്രമേ അർത്ഥമുള്ളൂ, വേറെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന് അർത്ഥമില്ല ബയോളജിയിൽ. പിന്നെ ഇംപെർഫെക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഇവല്യൂഷൻ കാരണം മീൻസ് ഇവല്യൂഷനിൽ നമുക്ക് കിട്ടിയ ട്രേറ്റ്സുകളിൽ നമുക്ക് ഒരുപാട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ ബ്ലൈൻഡ് സ്പോട്ടും ബാക്ക് പെയിനും പറഞ്ഞത്. ഇതെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇങ്ങനൊരു ഇംപെർഫെക്ഷൻ അവിടെ ഉണ്ട്, അതിനുശേഷം അവിടെ നമുക്കതിനെ ഓവർകം ചെയ്യാനും സാധിക്കും. അപ്പൊ ഇത് എന്താണ് കാണുന്നത്? കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഇംപെർഫെക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ട്രേറ്റ്. അപ്പൊ ഇതൊക്കെ ഒരു റാൻഡം ആയിട്ടുള്ളൊരു ഇതിലേ സാധിക്കുള്ളൂ. ഒരു ഇന്റലിജന്റ് ഡിസൈനിൽ ഇതൊരിക്കലും സാധിക്കില്ല. മീൻസ് ഇന്റലിജന്റ് ഡിസൈൻ അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റത്തിൽ കുറച്ച് ഇംപെർഫെക്ഷൻസ് ഉണ്ടാക്കി, എന്നിട്ട് ആ ഇംപെർഫെക്ഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി മറ്റു കുറച്ച് സംഭവങ്ങൾ ഇവോൾവ് ചെയ്തു വന്നു. അങ്ങനെ കാണാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഗോഡ് ഡിനൈ ചെയ്യപ്പെടുന്നു എന്ന് ഇംപെർഫെക്ഷനിൽ പറയുന്നത്. പിന്നെ പെയിൻ ആൻഡ് സഫറിങ് എല്ലാ ജീവികൾക്കും
ഉള്ളത് ഗോഡിനെ ഡിനൈ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യാണ്. കാരണം അബ്രഹാമിക് ഗോഡിനെ ഡിനൈ ചെയ്യാൻ യൂസ് ചെയ്യാണ്. ഇപ്പോൾ ഒരു ഡീയിസ്റ്റിക് ഗോഡ് ആണെങ്കിൽ ചർച്ച വേറെ രീതിയിൽ പോകും. പക്ഷെ അബ്രഹാമിക് ഗോഡ് എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനീഷൻ വേറെയാണ്. അതുകൊണ്ടാണ് ഈ പെയിൻ ആൻഡ് സഫർ എന്ന് പറയുന്നത്. ഇപ്പോൾ അനാവശ്യമായ പെയിൻ, വേറെ പാരസൈറ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഉറുമ്പിൻ്റെ ഉള്ളിൽ കയറുന്ന വേറെ പാരസൈറ്റുകൾ, അത് എന്ന് പറയുന്നത് ഒരു സർവജ്ഞാനിയായ കാരുണ്യവാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഓഫ് ഗോഡിന് വിരുദ്ധമാണെന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെ പാടില്ല എന്നോ അങ്ങനെ ഇവല്യൂഷൻ സംഭവിക്കാൻ പാടില്ല എന്നൊന്നല്ല പറഞ്ഞത്. ഈ ഗോഡിന്റെ കൺസെപ്റ്റിന് ഈ ഒരു ഡെഫിനേഷൻ ഇപ്പൊ ഇവല്യൂഷൻ ഇങ്ങനെ സംഭവിക്കൂ, താങ്കൾ പറഞ്ഞ ഇവല്യൂഷൻ ഇങ്ങനെ സംഭവിക്കൂ, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും താങ്കൾ പറഞ്ഞു. അപ്പൊ ഇവല്യൂഷൻ ഇങ്ങനെ സംഭവിക്കൂ, അതുകൊണ്ട് തന്നെ ആ ഗോഡിന്റെ ഡെഫിനേഷൻ അത് വിരുദ്ധമാണെന്ന് കൂടി വരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ചോക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. മനുഷ്യൻ ഭയപ്പെടലായിട്ട് നടക്കാൻ തുടങ്ങിയ സമയത്ത് നമുക്കുള്ളൊരു ഡിഫക്റ്റ് എന്നാണ്, നമുക്ക് എപ്പോഴും ഇങ്ങനെ ചോക്കിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മുടെ ലങ്സിനും അതുപോലെ ലങ്സിലേക്ക് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ അതിന് പ്രശ്നങ്ങൾ ഭൂരിഭാഗം പേർക്ക് ഉണ്ടാവാറുണ്ട്. മരണപ്പെടുന്ന കുട്ടികളാണെങ്കിലും ഭൂരിഭാഗം പേർക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. അത് നമ്മൾ ഓവർകം ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം, ഓവർകം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ഒരു റാൻഡം സെലക്ഷനിലെ ഇങ്ങനെ ഇന്റലിജന്റ് അല്ലാത്തൊരു ഡിസൈൻ ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ നമ്മുടെ ബാക്ക് പെയിൻ, നമ്മൾ 2 കാലമായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് ആ ഒരു ബോഡി, ആ ഒരു ബാക്ക് പെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കൂടുതലായിട്ട് വരുന്നത്. നമുക്ക് അത്രയും വെയിറ്റ് നമ്മുടെ ബാക്ക് ബോൺ താങ്ങുന്നതുകൊണ്ട്. അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരു കൺട്രോൾ അല്ലാത്തൊരു സിസ്റ്റം ആയതുകൊണ്ട്, കൺട്രോൾ അല്ലാത്തൊരു ഇവല്യൂഷൻ കൺട്രോൾഡ് അല്ല, റാൻഡം ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ഡിനൈ ചെയ്യുന്നതെന്ന് പറഞ്ഞത്. പിന്നെ റാൻഡം ആയിട്ടാണ്, അപ്പൊ ഈ റാൻഡം ആയിട്ടാണ്, ആരും കൺട്രോൾ ചെയ്യാനില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ 3 പോയിന്റിലും ഗോഡിനെ ഡിനൈ ചെയ്യാൻ സാധിക്കും എന്ന് വീണ്ടും പറയുന്നത്. ജസ്റ്റിന് എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. നോൺ റാൻഡം റാൻഡവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലപ്പോഴായിട്ട് കുഴച്ചു മറിക്കുന്നത്. ഞങ്ങൾ കഴിച്ചു വെക്കട്ടെ, താങ്കൾ മനസ്സിലാക്കിയത് ഇങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നിട്ടാണ് ഇതിന്റെ മറുപടി. നോൺ റാൻഡം ആയിട്ടുള്ള നാച്ചുറൽ സെലക്ഷൻ, അവിടെ റാൻഡം എന്നുള്ള എന്താ, യാദൃശ്ചികമായി സംഭവിക്കുന്ന മ്യൂട്ടേഷൻ. യാദൃശ്ചികമായിരുന്നുണ്ട് ചിലപ്പോൾ സെല്ലിൽ ഇത് റൈറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന പ്രശ്നങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ വല്ല എൻവയറമെന്റൽ ഫാക്ടേഴ്സ് വല്ലതും, അൾട്രാവയലറ്റ് പോലത്തെ എന്തെങ്കിലും ഇതുകൊണ്ട് വരുന്ന റേഡിയേഷൻ വരുന്ന സംഭവങ്ങളാവാം. ഇതൊക്കെ തന്നെയല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് നോൺ റാൻഡം ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എന്താ, യാദർശികമല്ല, അതേസമയം പർപ്പസ്ഫുൾ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിനെയാണ് നാച്ചുറൽ സെലക്ഷൻ. അതായത് പ്രത്യേകമായ ലക്ഷ്യത്തിലേക്ക് ഇതിനെ നയിക്കുമ്പോൾ അതിനെയാണ് പർപ്പസ്ഫുൾ ആയിട്ടുള്ള നോൺ റാൻഡം നാച്ചുറൽ സെലക്ഷൻ ആവുന്നത്. അപ്പോഴാണ് അതാവുന്നത്. ട്രെയിനിൽ നിന്ന് തെറിച്ചു പോകുന്ന കുട്ടിയെ പറ്റി പറയുന്നുണ്ട്, അത് നിങ്ങൾ തമ്മിൽ തീർത്താൽ മതി. ഒരു യുക്തിവാദി പറയുന്നത് ഇങ്ങനെയാണ് ട്രെയിൻ തെറിച്ചത് നാച്ചുറൽ സെലക്ഷൻ, മറ്റൊരാൾ പറയുന്നത് അങ്ങനെയല്ല എന്നുള്ളത്. അത് നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ആയതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടുന്നില്ല, അതവിടെ നിൽക്കട്ടെ. പിന്നെ റാൻഡം സെലക്ഷൻ്റെ കോമ്പാറ്റിബിലിറ്റിയെ പറ്റി പറയുന്നത്, ലാറ്ററൽ ജീൻ ട്രാൻസ്ഫറിനെ പറ്റിയിട്ട്. അല്ല, കോമ്പാറ്റിബിൾ ആയ സ്ഥലത്തേക്ക് തന്നെ ട്രാൻസ്ഫർ സംഭവിക്കുള്ളൂ, അല്ലാതൊന്നും പറയുന്നില്ല. പക്ഷെ ഈ സൂപ്പർ ബഗുകളുടെ കേസിൽ എന്താ വെച്ചാൽ, ആ അതിനുള്ളിലുള്ള സകല ബാക്ടീരിയകളും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ജീനുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനാ അധികം പറയുന്നത്? നമ്മളെ ബട്ടർഫ്ലൈസ് ഇതുപോലെ ലാറ്ററൽ ജീൻ ട്രാൻസ്ഫറിൽ പങ്കെടുക്കുന്നില്ലേ? നമ്മളാദ്യം ഇത്രയും കാലം നമ്മൾ വിചാരിച്ചത് ചെടികളിൽ മാത്രമേ ഉള്ളൂ, നമ്മൾ യൂക്കാരിയോട്സിൽ അധികം കാണുന്നില്ല എന്നുള്ള, മറ്റേ ഇതിൽ ആനിമൽസിൻ്റെ കേസിൽ അധികം ഇല്ല എന്നുള്ള. ഇപ്പോൾ നമ്മളിത് കണ്ടെത്തിയിരിക്കുകയാണ്. ഏത് ബട്ടർഫ്ലൈസ് അവരുടെ ചില മിമിക്കിങ്ങിൽ അതുവഴി ഉണ്ടാക്കിയെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ലാറ്ററൽ ജീൻ ട്രാൻസ്ഫർ നടത്തുന്നുണ്ട്. അതുപോലെ ഇതിലുണ്ട്, എലികളിലുണ്ട്, ഇവരൊക്കെ ലാറ്ററൽ ജീൻ ട്രാൻസ്ഫർ നടത്തുന്നുണ്ട്. മനുഷ്യന്റെ ലാറ്ററൽ ജീൻ ട്രാൻസ്ഫർ നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മളെ ഗട്ട്സിലുള്ള ബാക്ടീരിയകളിൽ നിന്ന് നമ്മൾ ജീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. കോമ്പാറ്റിബിലിറ്റി പ്രശ്നമൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയില്ല, അങ്ങനെ എന്തായാലും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. എന്നാലും അവിടെ സംഭവിക്കുന്ന എന്താ,
നേരത്തെ ലാറ്ററൽ ജീൻ ട്രാൻസ്ഫറിനെ പറ്റി താങ്കൾ പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റ് ഇവിടെ തിരുത്തേണ്ടി വരികയാണ്. അത് റാൻഡം ആയിട്ട് നടക്കുന്നു എന്നുള്ള. റാൻഡം അല്ല. റാൻഡം എന്ന് പറഞ്ഞാൽ എന്താ? അതുപോലെയാണോ ഒരു ബഗ്സിന്റെ ഉള്ളിൽ ഒരു ഗ്രൂപ്പാണ്, ഒരു ഫാമിലിയാണ്. ആ ഫാമിലിയുടെ ഉള്ളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തന്നെ ഒരേ സെറ്റിലേക്ക് എത്തിക്കുന്നത് എന്ന് പറയുന്ന റാൻഡമാണ്. റാൻഡം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചില ആളുകൾക്ക് മാത്രം കൊടുക്കുന്നതിനാണ് റാൻഡം എന്ന് പറയാം. അപ്പൊ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മനുഷ്യന് എല്ലാ സ്ഥലത്തും സർവൈവ് ചെയ്യാൻ കഴിയും, മറ്റവർക്കൊന്നും കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ ടെക്നോളജി വന്നതിന് ശേഷമാണെന്നല്ല, ഞാൻ അതാണ് നിങ്ങളോട് അവിടെ സൂചിപ്പിച്ചത്. അതായത് കിലോമീറ്റർ കണക്കിന് ഐസ് ഉണ്ടായിരുന്ന കാലഘട്ടത്ത്, ഐസ് ഏജിന്റെ യുഗത്തില് ആ ഐസിന്റെ മുകളിലൂടെ ഇന്ന് പറയുന്ന നമ്മൾ പറയുന്ന ടെക്നോളജിക്കൽ ആയിട്ടുള്ള യാതൊരു സംഭവങ്ങളും ഇല്ലാതെ, സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള യാതൊരു സാധനങ്ങളും ഇല്ലാതെ അവർ കടന്നു പോയിട്ടുണ്ട്. ഇത് പറയുന്നത് ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ. എന്തായാലും ഉറപ്പല്ലേ? അന്നത്തെ ടെക്നോളജിയെ പറ്റി ആലോചിച്ചാൽ മനസ്സിലാവില്ല എന്തായാലും. അങ്ങനെയാണ് അവര് സൗത്ത് അമേരിക്കയിലേക്കും നോർത്ത് അമേരിക്കയിലൊക്കെ മനുഷ്യരെത്തിയത്. ഇനി ഇതേപോലെ തന്നെയാണ് നമ്മളെ എന്താ പറയാ പസഫിക്കിലെ ദ്വീപുകളിലേക്ക് അവരെത്തിയത്. കിലോമീറ്റർ കണക്കിന് അവരെങ്ങനെയാണ് നീന്തിയത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അപ്പൊ നമുക്ക് മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടുവരേണ്ടി വരും. എന്നിട്ട് ആ ദ്വീപുകളിലേക്ക്, പസഫിക്കിൽ ആ ഒറ്റപ്പെട്ട ദ്വീപുകളിൽ അവർ വർഷങ്ങൾക്ക് മുമ്പ് എത്തിയിട്ടുണ്ട്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് എത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിലേക്ക് എത്തിയിട്ടുണ്ട്. എങ്ങനെയാണ്? അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെ അന്ന് വിലയിരുത്തിയാൽ മനസ്സിലാവും അത് ഒന്നും തന്നെ ഇപ്പോഴത്തെ ടെക്നോളജി ആയിട്ടുള്ള ബന്ധമൊന്നുമല്ല. അതേസമയം ഇതുണ്ടാവും, പാരിസ്ഥിതികമായിട്ട് ചില ജീവികൾക്ക് ചില സ്ഥലത്ത് കുറച്ച് അഡ്വാൻറ്റേജസ് ആയിട്ടുണ്ട്. അത് ശരി തന്നെയാണ്. ഇപ്പൊ പെൻഗിനെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടാൽ ശരിയാവില്ല. അത് നമ്മളെ പിടിച്ച് അവിടെ കൊണ്ടുപോയിട്ടാൽ ഈ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ മനുഷ്യനെ ഏതെങ്കിലും 1-2 തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സാധനങ്ങൾ ഇട്ട് പോയി എന്ന് പറഞ്ഞാൽ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഇവരത് കണ്ടുപിടിച്ചില്ല. അതാണല്ലോ മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. ഇതിൽ നിന്ന് ഓരോന്നും അവരവരുടെ സൗകര്യം പോലെ അവർ ഉപയോഗിക്കാൻ പഠിച്ചതാണ് അവരെ വ്യത്യസ്തരാക്കുന്നത്. ഓക്കെ, എന്തായാലും നന്ദി. തൽക്കാലം ഞാനിതിവിടെ കട്ട് ചെയ്യുന്നു. പിന്നെ എന്താ പെയിനെ പറ്റിയിട്ട് അനാവശ്യമായ പെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ആവശ്യമുള്ള പെയിനും അനാവശ്യമുള്ള പെയിനും ഒക്കെ ഉണ്ട്. നമ്മളാണ് ഡിസൈൻ ചെയ്തെങ്കിൽ പെയിൻ എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ലാണ്ടാക്കുമായിരുന്നു. പക്ഷെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞപ്പോൾ ചില സമയത്ത് സൂചി കുത്തി കയറുന്ന സമയത്ത് പെയിൻ നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ കയറിയാൽ അവിടെ വേറെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ആ വഴിയിലൂടെ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കാം. ഇങ്ങനത്തെ പല കാര്യം ഓരോന്നും ബ്രെയിൻ കണ്ടെത്തിയത് ആവശ്യം അതിൻ്റെ അഡ്വാൻറ്റേജ് കണ്ടിട്ടാണ്. മനസ്സിലായില്ലേ? എന്തായാലും നന്ദി. തൽക്കാലം കട്ട് ചെയ്യുന്നു. ജസ്റ്റിന് എൻ്റെ ചോദ്യം ഇതാണ്, ഇവല്യൂഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളവ മാത്രം അതിജീവിക്കുന്നു എന്ന് പറയുന്നു. ഈ സ്യൂട്ടബിലിറ്റി തീരുമാനിക്കുന്നത് ആരാ? വാസ്തവത്തിൽ നാച്ചുറൽ സെലക്ഷൻ ആണോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്ലൈൻഡ് മ്യൂട്ടേഷൻസ് ആണോ, അതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാക്ടേഴ്സ് ആണോ? നമസ്കാരം. ഫിറ്റസ്റ്റ് ആയിട്ടുള്ളതിനെ നിശ്ചയിക്കുന്നത്, സ്യൂട്ടബിൾ ആയിട്ടുള്ളതിനെ നിശ്ചയിക്കുന്നത് ഒരുപാട് ഫാക്ടേഴ്സാണ്. അതിലൊന്ന് ബ്ലൈൻഡ് റാൻഡം സെലക്ഷനാണ്, മറ്റൊന്ന് നോൺ റാൻഡം നാച്ചുറൽ സെലക്ഷനാണ്. ഈ നോൺ റാൻഡം നാച്ചുറൽ സെലക്ഷൻ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ മറ്റു ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നതിനെ കൊണ്ടാണ് അതിന് നോൺ റാൻഡം സെലക്ഷൻ എന്ന് പറയുന്നത്. അതിനൊരു പർപ്പസോ അല്ലെങ്കിൽ അതിന് ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്നോ അർത്ഥത്തിലല്ല നോൺ റാൻഡം എന്ന് പറയുന്നത്. ജനറ്റിക് വേരിയേഷൻസ് അല്ലെങ്കിൽ ജനറ്റിക് ഡ്രിഫ്റ്റ് പോലുള്ള റാൻഡം സെലക്ഷനും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഒരുപാട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്പീഷീസിനെ അതിജീവിക്കാൻ വേണ്ടി സഹായകരമാകുന്നത്. ഇൻഡിവിജ്വലിനല്ല ഇത് സഹായകരമാകുന്നത്. ഒരു ഉദാഹരണം ഞാൻ ഡിബേറ്റിലും പറഞ്ഞിരുന്നു. ഡൈവിങ് ചെയ്യുന്ന ഒരു 4-5 ട്രൈബ്സ്, ഈ 4-5 ട്രൈബ്സിനും ഒരുപാട് ആഴങ്ങളിൽ പോയിട്ട് കുറേ നേരം വെള്ളത്തിൽ കിടക്കാൻ ഉള്ള ഒരു കഴിവ് ആർജിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ ട്രൈബ്സിനും അങ്ങനെ കിട്ടിയിട്ടില്ല. കാരണം ഒരു പർപ്പസോ അല്ലെങ്കിൽ ഒരു നിയന്ത്രിതാവോ ഇല്ലാത്തത് കൊണ്ട് എല്ലാ ഡൈവ് ചെയ്യുന്ന ട്രൈബ്സിനും ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയിട്ടില്ല. ഈ ഒരു 2-3
4 ട്രൈബ്സിന് മാത്രമേ അങ്ങനൊരു കഴിവ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണ്. ഒരു പർപ്പസ്ഫുള്ളി അല്ലാത്ത ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു സെലക്ഷനാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ഇവിടെ നോൺ റാൻഡം സെലക്ഷൻ ഇൻ നാച്ചുറൽ എന്ന് പറയുന്നത് വേറെ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഒരു റാൻഡം സെലക്ഷൻ ആണെങ്കിൽ ഒരു ഫാക്ടേഴ്സും സ്വാധീനിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ഫാക്ടേഴ്സും സ്വാധീനിക്കാതെ ബ്ലൈൻഡായിട്ട് സംഭവിക്കുന്നതാണ് റാൻഡം എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. മുകളിൽ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അല്ല താങ്കൾ പറഞ്ഞു. എന്നാലും എൻ്റെ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഈ ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് അറിയാമല്ലോ. ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറഞ്ഞാൽ അവരുടെ DNA സെയിം തന്നെയായിരിക്കും. അവർ ഒരേ പ്ലാസൻ്റയിൽ തന്നെയായിരിക്കും മിക്കവാറും ഉണ്ടാവുക. അതായത് അവരുടെ ആ എൻവയൺമെൻറ്റും സെയിം തന്നെയായിരിക്കും. അങ്ങനെ അവർ ജനിച്ചു വരുമ്പോൾ അവരിൽ ചെറിയ ആൾക്കാർക്ക് ചില ഗുരുതരമായ അസുഖങ്ങൾ, ഷീസോഫ്രീനിയ പോലത്തെ അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതെങ്ങനെയാണ്? ഒരേ DNA പാറ്റേണും അതേപോലെ തന്നെ ഒരേ എൻവയോൺമെൻറ്റ് ഷെയർ ചെയ്യുന്ന 2 പേർക്ക് ഇങ്ങനൊരു അസുഖം വരാനുള്ള കാരണം എന്താ? അവിടെ ഇടപെടുന്ന ഫാക്ടർ എന്താണ്? ഇവിടെ എൻ്റെ ഉത്തരം, ട്വിൻ ബ്രദർ ആണെങ്കിൽ കൂടി, ഒരേ DNA ആണെങ്കിൽ കൂടി അവിടെ എംബ്രിയോണിക് സ്റ്റേജിൽ ജനറ്റിക് ആൻഡ് എപ്പിജനറ്റിക് ഡിഫറൻസസ് ഉണ്ടാവും. എപ്പിജനറ്റിക് ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA ഉണ്ടാവുന്ന ആൾട്രേഷൻ അല്ല, DNA ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. ജീൻ എക്സ്പ്രഷൻ എന്ന് പറയും. ജീൻ എക്സ്പ്രഷൻ ആൻഡ് എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻ എന്ന് പറയും. അത് DNA ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്. പിന്നെ സോഷ്യൽ ഇഷ്യൂസ്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ സ്കിസോഫ്രീനിയ ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കുറേ കാലം ടോക്സിൻ ഇൻടോക്സിക്കേഷൻ നമ്മൾ എൻവയോൺമെൻറ്റിൽ ഉണ്ടെങ്കിൽ അപ്പോഴും സ്കിസോഫ്രീനിയ നമുക്ക് ഉണ്ടാവാം. ജനറ്റിക്കൽ ഫാക്ടേഴ്സ് മാത്രമല്ല, ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ഒരു ഘടകം മാത്രമാണ്. അപ്പോൾ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് വരും. DNA കൂടാതെ തന്നെ ജീൻ എക്സ്പ്രഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ടാവും. പിന്നെ ജീൻ എൻവയോൺമെന്റൽ ഇന്ററാക്ഷൻസ്, അതുപോലുള്ള കാര്യങ്ങളുണ്ടാവും. ഇതൊരു അവിടെയും റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു കുട്ടിക്ക് മാത്രം സ്കിസോഫ്രീനിയ വന്നു. അടിച്ചു തരുമോ? വന്നു. DNA മാത്രമല്ല ഘടകം. അപ്പൊ അവിടെയും ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ കോഡ് DNA-യിലൂടെ ഇങ്ങനെ പറയുന്ന പ്രോഗ്രാം ആക്കി വെച്ച് കഴിഞ്ഞാലും ബാക്കിയുള്ള എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള സോഷ്യൽ ഫാക്ടേഴ്സും ഈ ജീൻ എക്സ്പ്രഷനൊക്കെ വഴി അതൊക്കെ തകിടം മറിയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ വീണ്ടും ഗോഡ് എവല്യൂഷനിൽ ഡിനേ ചെയ്യപ്പെടുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി ഊന്നി പറയാൻ ഞാൻ ഈ പോയിന്റ് യൂസ് ചെയ്യാം. കാരണം ഒരു റാൻഡം ഗോഡ് ഗൈഡഡ് എവല്യൂഷൻ ആണെങ്കിൽ 2 പേർക്ക് ഒരേ DNA ആണെങ്കിൽ അവിടെ ഒരു റാൻഡം സെലക്ഷന് സാധ്യതയില്ല. അവിടെ 2 പേർക്ക് ഒരേ DNA ആണ്, 2 പേരും ഒരേപോലെ വരണം. സ്കിസോഫ്രീനിയ ആണെങ്കിൽ 2 പേർക്ക് ഒരേപോലെ വരും. പക്ഷെ അവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇവിടെ ഒരാൾക്ക് സംഭവിക്കുന്നില്ല. കാരണം അവിടെ ജീൻ എക്സ്പ്രഷൻ, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇതൊക്കെ കാരണം അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആക്ച്വലി വീണ്ടും ഗോഡ് ഡിനേ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഉത്തരം ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ജീൻ എക്സ്പ്രഷൻ, ജനറ്റിക് വേരിയേഷൻ, ജീൻ എൻവയോൺമെന്റ് ഇന്ററാക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവരിൽ ഒരാൾക്ക് മാത്രം സ്കിസോഫ്രീനിയ വരാനും മറ്റൊരാൾക്ക് വരാതിരിക്കാനുള്ള കാരണം. 2 പേർക്ക് ഒരേ DNA ആയതുകൊണ്ട് 2 പേർക്ക് ഒരേപോലെ സ്കിസോഫ്രീനിയ വരണമെന്നില്ല. ഈ സ്കിസോഫ്രീനിയയുടെ ഉദാഹരണം എടുത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് ജനറ്റിക്കൽ മെറ്റീരിയലിന്റെ ഘടകം ഉള്ളത് കൊണ്ടാണെന്ന് ആയിരിക്കും. പക്ഷെ ജനറ്റിക്കൽ മെറ്റീരിയൽ മാത്രമല്ല അവിടെ വിഷയം. മീൻസ് DNA മാത്രമല്ല അവിടെ വിഷയം. DNA-യിൽ ഉണ്ടാവുന്ന മറ്റു മാറ്റങ്ങളും അവിടെ വിഷയമാണ്. ശരി ജസ്റ്റിനെ, നല്ല കാര്യം. ഞാൻ ഈ 2 ഓഡിയോ ക്ലിപ്പ് കേട്ടതിൽ താങ്കളുടെ 2 കാര്യങ്ങൾ, 2 ടേമുകൾ അതൊന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ. 2 സ്റ്റേറ്റ്മെന്റുകൾ. ഒന്ന് ബ്ലൈൻഡ് റാൻഡം സെലക്ഷൻ എന്ന് പറയുന്നത്,
ബ്ലൈൻഡും ആണ്, റാൻഡവുമായിട്ടുള്ള സെലക്ഷൻ. അത് എന്തിനു ബേസ് ചെയ്തിട്ടില്ല എന്നുള്ളതൊന്ന് പറഞ്ഞു തരണേ. പിന്നെ രണ്ടാമത് ബ്ലൈൻഡ് റാൻഡം സെലക്ഷൻ എന്നാണ് ഓഡിയോ ക്ലിപ്പിന്റെ തുടക്കത്തിൽ പറയുന്നത്. അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ DNA ഓൾട്ടറേഷൻ അല്ല, DNA വരുന്ന മാറ്റമാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് അത് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള അതും കൂടെ ഒന്ന് പറഞ്ഞു തരണേ. DNA ഓൾട്ടറേഷനും DNA മാറ്റവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. സോഷ്യൽ ഇഷ്യൂസ് എന്തായാലും ഈ കേസിലില്ല. കാരണം എന്താ വെച്ചാൽ ചെറിയ ഗർഭപാത്രത്തിൽ കിടക്കുന്നതാണ്, മറ്റു പ്രശ്നം ഒരേ ഗർഭപാത്രം ഷെയർ ചെയ്തതാണ്, ഒരേ എൻവയോൺമെന്റ് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത്. DNA വ്യത്യാസങ്ങളില്ല. എപ്പിജനറ്റിക് മോഡിഫിക്കേഷൻസ് ഓക്കെ സംഭവിച്ചു. അതായത് നമുക്കറിയാതെ ഇനിയും പല ഫാക്ടേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എവല്യൂഷൻ അത് സ്വാധീനിക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ എനിക്ക് ഈ രണ്ട് ടേമുകളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ മതി. നന്ദി. നമസ്കാരം. ജീൻ എക്സ്പ്രഷനും ജീൻ ആൾട്രേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീനിൽ ഏതൊക്കെ പ്രോട്ടീൻ ഓൺ ആവാം അല്ലെങ്കിൽ ഏതൊക്കെ പ്രോട്ടീൻ ഓഫ് ആവാം എന്ന് തീരുമാനിക്കുന്നതിനാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുക. DNA ആൾട്രേഷൻ എന്ന് പറയുന്നത് DNA ഇറ്റ് സെൽഫ് മ്യൂട്ടേഷന് വിധേയമായിട്ട് ചേഞ്ച് ആവുന്നതിനെയാണ് DNA ആൾട്രേഷൻ എന്ന് പറയാം. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മുടെ കയ്യിലൊരു റെസിപ്പി ബുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരുപാട് സ്പൈസസിൻ്റെ പേരൊക്കെ ഉള്ളൊരു റെസിപ്പി ബുക്ക് ഉണ്ട്. ഈ റെസിപ്പി ബുക്കിൽ ഏതൊക്കെ യൂസ് ചെയ്യണം, ഏതൊക്കെ യൂസ് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന പണിയാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് പോകുന്നത്. എന്നാൽ DNA ആൾട്രേഷൻ എന്ന് പറയുന്ന ആ ബുക്ക് തന്നെ ചേഞ്ച് വരുത്തുക, ആ ബുക്കിലെ റെസിപ്പി തന്നെ മാറ്റം വരുത്തി പോകുന്നത്, മ്യൂട്ടേഷന് വിധേയമായിട്ട് മാറ്റം വരുത്തി പോകുന്നതിനെയാണ് DNA ആൾട്രേഷൻ എന്ന് പറയുക. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പം ജീൻ എക്സ്പ്രഷൻ ഒരു എൻവയോൺമെൻ്റൽ ഫാക്ടറും ഒരുപാട് ഘടകങ്ങളും ഒരുപാട് ട്രേഡ്സുകളും വെച്ചിട്ടാണ് ഇതിൽ മാറ്റം വരിക. പിന്നെ ഞാൻ ബ്ലൈൻഡ് റാൻഡം എന്ന് അടുപ്പിച്ച് പറഞ്ഞത് ഒരു വേർഡായിട്ട് ഞാൻ പറഞ്ഞതല്ല. റാൻഡം പർപ്പസ്ഫുള്ളി നടക്കുന്ന ഒന്നല്ല എന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇതിൽ ഇത്രയാണുള്ളത്. DNA ആൾട്രേഷൻ അല്ല ജീൻ എക്സ്പ്രഷൻ, രണ്ട് കാര്യമാണ്. ഓക്കെ. DNA മ്യൂട്ടേഷനും അല്ല ജീൻ എക്സ്പ്രഷൻ. ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ DNAയിലെ ജീനിൽ ഏതൊക്കെ ജീൻ ഓൺ ആവണം ഓഫ് ആവണം എന്ന് കാണിക്കുന്നതിനാണ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുക. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഇനിയും വ്യക്തമാക്കാൻ വേണമെങ്കിൽ. എൻ്റെ ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ എല്ലാ വിചാരങ്ങളും ഇപ്പോൾ സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കുക, പുരുഷൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക, അല്ലെങ്കിൽ കൊതി, അസൂയ, പേടി, ഇതുപോലെ സംഭവങ്ങളൊക്കെ നമുക്ക് പരിണാമപരമായി ആർജിച്ച സംഭവങ്ങളാണ്. നാച്ചുറലിറ്റി എക്സ്പ്ലനേഷൻ എന്നതിനൊക്കെ സാധ്യമാണ്. പരിണാമപരമായിട്ട് ആർജിച്ച സംഭവങ്ങളാണ്. പക്ഷെ മതം പഠിപ്പിക്കുന്നത് ഇതെല്ലാം ഈവിൾ സ്പിരിറ്റാണ്, സാത്താൻ തോന്നിപ്പിക്കുന്നതാണ് എന്നാണ്. എന്നാൽ തിയറി ഓഫ് എവല്യൂഷൻ വരുന്നതോട് കൂടിയിട്ട് ഈവിൾ സ്പിരിറ്റ് ആണ് ഇതിനെല്ലാം പിന്നിൽ എന്നുള്ള വാദം പൊളിയാണ്. അപ്പോൾ സാത്താൻ എന്ന് പറയുന്ന ആ ഒരു ഐഡിയ, തിയറി ഓഫ് എവല്യൂഷൻ ദൈവത്തെ ഡിനേ ചെയ്യുന്നതോടുകൂടി സാത്താനെ കൂടി ഡിനേ ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്കൾ ഈ സാത്താൻ, ഇബ്ലീസ് എന്ന് പറയുന്ന ഈ സംഭവം, സാത്താനിക ചിന്ത എന്ന് പറയുന്ന സംഭവം താങ്കൾ എവിടെ കൊണ്ടുവയ്ക്കും ഇവല്യൂഷനിൽ? ഇതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. അല്ല ജസ്റ്റിൻ, നമ്മള് ചർച്ചാ വിഷയം എന്ന് പറയുന്നത് എവല്യൂഷനാണ്. എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സയൻസ് ആണ്. അത് ജീവി വിഭാഗങ്ങളിലെ പരിണാമത്തെ പറ്റി, മാറ്റങ്ങളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ മേഖലകളിൽ എവല്യൂഷൻ വഴി ഈ പറഞ്ഞ ഹോർമോണൽ ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ട്, ജീവി വിഭാഗങ്ങളിലുണ്ട്. ശരി തന്നെയാണ്. അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ന്യൂറോളജി അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരും. അതിനെ നമ്മൾ പല പേരിട്ട് വിളിക്കും ആ വികാരങ്ങളെ. അതിൽ പലതാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. എന്നതിലപ്പുറം ഈ സാധനങ്ങളെ സാത്താനികമായിട്ടോ അതല്ലെങ്കിൽ ദൈവികമായിട്ടോ ഒന്നും വിഭജിക്കാൻ പറ്റിയ തരത്തിൽ എവല്യൂഷൻ എന്ന് പറയുന്ന സയൻസ് ഇതുവരെ
അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ വാദങ്ങളെന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എവല്യൂഷൻ എന്ന് പറയുന്നത് ജീവി വിഭാഗങ്ങളുടെ പരിണാമത്തെ പറ്റി പഠിക്കുന്ന ശാസ്ത്ര ബ്രാഞ്ചാണ്, സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അതിലൊരിക്കലും തന്നെ എന്ത് വരുന്നില്ല, ഇതുവരെ ദൈവം ഒരു കഥാപാത്രമായി വരെ ദൈവം ഇല്ല എന്ന് പറയാനുള്ള ഒരു സ്കോപ്പും എവിടെ ഇതുവരെ അത് കണ്ടിട്ടില്ല, അത് അഭിപ്രായപ്പെടുന്നുമില്ല. പിന്നെ നേരത്തെ താങ്കളൊക്കെ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ ഒരു ഡമ്മി രൂപം സങ്കല്പിച്ചിട്ട് അതിന് ചില ആട്രിബ്യൂട്ട്സ് കൊടുത്തിട്ട് ആട്രിബ്യൂട്ട്സ് ഇവിടെ മാച്ച് ആവുന്നില്ല എന്നൊക്കെ പറയുന്ന പല ആളുകളും ഉണ്ടാവും. അതിപ്പോൾ താങ്കൾ അതിൽപ്പെട്ട ഒരാളാണല്ലോ. അതുകൊണ്ട് അതൊന്നും സയൻസ് അല്ല, അതൊക്കെ അവരുടെ മനോവ്യാപാരങ്ങൾ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, താങ്കളുടെ ആണെങ്കിലും. അല്ലാതെ എവല്യൂഷൻ സയൻസ് എന്ന് പറയുന്നതിൽ ദൈവം അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നേ ഇല്ല. അതേപോലെ തന്നെ ഈവിൽ സ്പിരിറ്റുകളും വരുന്നില്ല. അതുകൊണ്ട് ആ വിഷയം ഇവിടെ ശാസ്ത്ര കാര്യങ്ങൾ സംസാരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അതിൻ്റെ ആവശ്യവുമില്ല. എൻ്റെ ധാരണകൾ, അതായത് മതപരമായിട്ടുള്ള വല്ലതുമാണെങ്കിൽ ആ ധാരണകൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ ഭംഗിയായിട്ട് അത് നമ്മളെ ന്യൂറൽ നെറ്റ്വർക്ക്സ് നമുക്ക് ചില ഹോർമോണൽ ആക്ടിവിറ്റീസിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് തരുന്നതാണ്. അതത്ര ചിലപ്പോൾ ആ ഫീലിങ്ങുകൾ ഉണ്ടെങ്കിലുണ്ടാവാം. ഭയം, അകാരണമായ ഭയം തോന്നാം. ഭയത്തിനുള്ള കാരണം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഇത് തോന്നാം. ചില കരിയിലകൾ അനങ്ങുമ്പോൾ ഒരു ഭയത്തിൻ്റെ ഫീലിംഗ് ഉണ്ടാവാം. ചില ആളുകൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ ഭയം ഉണ്ടാവാം. വെള്ളം കാണുമ്പോൾ ഭയം തോന്നാം. അബ്നോർമാലിറ്റീസും ഉണ്ട്. ഇങ്ങനെ പല തരത്തിൽ ബ്രെയിൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. ചിലതിനെ നമ്മൾ പറയും സാധാരണ ഗതിയിലുള്ളതാണ്, ചിലതിനെ അബ്നോർമലായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. കുറെ ഇന്റർപ്രിട്ടേഷൻസ് ആണ് ബ്രെയിനിന്റെ. എന്തായാലും നന്ദി. അടുത്ത ചോദ്യം ചോദിക്കൂ. എൻ്റെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. താങ്കളുടെ ദൈവത്തിൻ്റെ വിശേഷ ഗുണങ്ങൾ എന്താണ്? നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പരിണാമം ദൈവത്തെ നിഷേധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയത്തിലെ, ഈ സംവാദത്തിലെ ദൈവം എന്ന് പറയുന്നതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, വിശേഷ ഗുണങ്ങൾ എന്താണ്? ഞാൻ അഡ്രസ്സ് ചെയ്തത് അബ്രഹാമിക് ഗോഡിനെയാണ്. താങ്കൾ ഏത് ഗോഡിനാണ് ഇതിൽ അഡ്രസ്സ് ചെയ്യുന്നത്? അല്ലെങ്കിൽ താങ്കളുടെ ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണ്? ഇതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. ജസ്റ്റിൻ, നല്ല ചോദ്യമാണ്. ഇതൊന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കുന്ന എന്താ വെച്ചാൽ, അബ്രഹാമിക് ഗോഡ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഗോഡിന്റെ പ്രസൻസ് ഇതിലെവിടെയും കാണുന്നില്ല എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിന് മറ്റൊരു വശമുണ്ട്. അതായത് അതല്ലാത്ത തരത്തിലുള്ള വല്ല ദൈവസങ്കല്പമുണ്ട്, അതിനിവിടെ സ്കോപ്പ് ഉണ്ട് എന്നുള്ളൊരു വശം കൂടെ താങ്കളുടെ ആ ഭാഷ്യത്തിലുണ്ട്. പക്ഷെ ഞാനിത് രണ്ടും പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സയൻസാണ്. ജീവി വിഭാഗങ്ങളിലുള്ള പരിണാമത്തെക്കുറിച്ച്, മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ പുറകിലുള്ള മെക്കാനിസത്തെ പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ശാസ്ത്രമാണ്, ശാസ്ത്രശാഖയാണ്. അതിൻ്റെ മേഖലയിൽ എവിടെയും തന്നെ ദൈവത്തെക്കുറിച്ചുള്ള അന്വേഷണം എന്ന് പറയുന്ന ഒരു സംഭവമില്ല. പിന്നെ ദൈവത്തിന് ചില ആട്രിബ്യൂട്ട്സുകൾ കൽപ്പിച്ചുകൊണ്ട് ആ ആട്രിബ്യൂട്ട്സിന് എവിടെയെങ്കിലും ഇവിടെ സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്ന തരത്തിലുള്ള ഒരു രീതിയോ അതിനില്ല. അതുകൊണ്ട് തന്നെ ദൈവം എന്ന് പറയുന്നത് ഇതിൻ്റെ അന്വേഷണ പരിധിയിലേ വരുന്നില്ല. മനസ്സിലാകുന്നില്ലേ? അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ദൈവത്തിനെ അംഗീകരിക്കാനോ നിരാകരിക്കാനോ ഇത് നിൽക്കില്ല. കാരണം ഇത് അതിൻ്റെ മേഖലയല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാവാം. ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ അവരുടെ ധാരണകളാണ് പറയുന്നത്. അതിന് നമുക്ക് യാതൊന്നും ചെയ്യാൻ പറ്റില്ല. സയൻസിന് അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മളിതിനെപ്പറ്റി പഠിക്കുന്നു എന്ന് പറയുന്നത് വേറൊരു സാധനം അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുവന്ന് അതങ്ങനെയാണ്. ഇപ്പൊ കസേരക്ക് കാലുണ്ട്, കസേരനെ പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണെന്ന് കൂട്ടി. അത് അന്നേരം നോക്കുമ്പോൾ ആ കസേരന്റെ കാലിനും ആ കാലായിട്ട് ബന്ധപ്പെടുത്തി ആ ദൈവത്തിന് കാലില്ല, അതുകൊണ്ട് കസേരക്ക് കാല് ഉള്ളത് ഇത് ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. അത് അവരുടെ മനോവ്യാപാരങ്ങൾ എന്ന് മാത്രമേ അതിനെ മനസ്സിലാക്കാൻ പറ്റൂ. എന്തായാലും നല്ല ചോദ്യമാണ്. പക്ഷെ ഇതിൽ എൻ്റെ അഭിപ്രായം ഇതാണ്. ഇവിടെ തിയറി ഓഫ്
എവല്യൂഷൻ ഗോഡിനെ ഡിനൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ടോപ്പിക്ക്. എൻ്റെ വാദം അങ്ങനെ ഡിനൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട എൻ്റെ മൂന്നാമത്തെ ചോദ്യം, നാച്ചുറലിസ്റ്റിക് എക്സ്പ്ലനേഷൻ വെച്ചിട്ട് നമുക്ക് തിയറി ഓഫ് എവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അവിടെ അങ്ങനെ സാധിക്കുമെന്നുള്ളത് കൊണ്ട് നമുക്കൊരു ക്രിയേറ്റർ അല്ലെങ്കിൽ എവല്യൂഷൻ വഴി നടത്തുന്ന ഒരു എൻറ്റിറ്റിയുടെ ആവശ്യം അവിടെ വരുന്നില്ല. ഇങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ള ഒരു സ്ഥലത്തേക്ക് എന്തിനാണ് ഗോഡ് ഹൈപ്പോത്തസിസ് കൊണ്ടുവരേണ്ട കാര്യം, അല്ലെങ്കിൽ ഗോഡ് ഹൈപ്പോത്തസിസ് അവിടെ ഡിനൈ ആക്കപ്പെടുകയല്ല ചെയ്യുന്നത്, നാച്ചുറലിസ്റ്റിക് എക്സ്പ്ലനേഷൻ അവിടെ ഉള്ളതുകൊണ്ട്. വളരെ നല്ല ചോദ്യമാണ് ജസ്റ്റ്. ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ, ശാസ്ത്രത്തിന്റെ ഏതൊരു മേഖലയിലാണെങ്കിലും ശരി, അവിടെ എവിടെയും നമുക്ക് സൂപ്പർ നാച്ചുറൽ ബീയിങ്സിനെ കൊണ്ടുവന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് കാണാൻ കഴിയില്ല ഒരു സ്ഥലത്തും. ഇപ്പോൾ ഐൻസ്റ്റീൻ തന്നെ സ്പൂക്കി ആക്ഷൻ അറ്റ് എ ഡിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട്, ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിനെ പറ്റിയിട്ട്. അത് ആക്ഷനെ അദ്ദേഹം അത് പറയുന്നത് അതൊരു ഇതാണ്. പക്ഷെ അതേപോലെ തന്നെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലേക്ക് അങ്ങ് പോയാൽ ഒരുപാട് സാധനം വീടാണ് ഇഷ്ടം പോലെ കാണാൻ കഴിയും. അവിടെ ഒന്നും തന്നെ എന്തുണ്ടാവില്ല, ഈ സൂപ്പർ നാച്ചുറൽ ബീയിങ്ങിനെ കൊണ്ടുവരില്ല. ഒന്നുകിൽ നമുക്ക് എക്സ്പ്ലനേഷൻ അറിയില്ല എന്ന് പറയും, നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയും. ഇങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ സയൻസിന്റെ പല ഭാഗങ്ങളിലുണ്ട്. അതൊരു ബ്ലാക്ക് ഹോളായിട്ട് നമ്മൾ തൽക്കാലം സങ്കല്പിക്കും. അവിടെ നമ്മളുടെ പരമ്പരാഗതമായ സിദ്ധാന്തങ്ങൾ ബ്രേക്ക് ഡൗൺ ആവുന്നതിനായിട്ട് നമ്മൾ മനസ്സിലാക്കും. ഇപ്പോ ഈ പരിണാമ സംബന്ധമായിട്ട് തന്നെ നമ്മൾ പറയാ പ്രോകാരിയോട്സ് നിന്ന് യൂകാരിയോട്സ് ഉണ്ടായി വരുന്നു, ഏകകോശ ജീവികളിൽ നിന്ന് ബഹുകോശ ജീവികൾ ഉണ്ടായി വരുന്നു എന്ന് പറയുന്ന അവിടെ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്. ജീനുകൾ നമ്മളെ ഏകകോശ ജീവികളിലേക്ക് ജീൻ പാറ്റേൺസ് കടന്നു വന്ന അവിടെ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ട്. പല സ്ഥലത്ത് ഈ ബ്ലാക്ക് ഹോളുകൾ നമുക്ക് കാണാൻ കഴിയും, ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ. അപ്പൊ ഇതിനെയൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുകയാണ് തൽക്കാലം. പിന്നീട് മനസ്സിലാക്കി എന്തെങ്കിലും വരുമ്പോഴാണ് നമ്മളത് ഫില്ല് ചെയ്യുക ഗ്യാപ്പ്. ക്വാണ്ടം മെക്കാനിക്സിലേക്ക് പോയത് നിരന്തരം കാണാം, പല സ്ഥലങ്ങളിലായിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ കാണാം. അപ്പൊ ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ നമ്മളെ ബ്രെയിനിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത പല സാധനങ്ങളുണ്ട്. ഇപ്പൊ 4th ഡയമെൻഷൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് അവിടെയൊക്കെ മൊത്തം ആകെ ഇതായിപ്പോവും. അപ്പൊ ഇതൊക്കെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെയൊക്കെ നമ്മൾ തൽക്കാലം ഒരു ചെറിയൊരു സർക്കിൾ വരച്ച് അതിനെ ഒരു സിംഗുലാരിറ്റി ആക്കിയിട്ട് മാറ്റി അങ്ങനെ കീപ്പ് ചെയ്യും. മറ്റുള്ള നമ്മളെ പരമ്പരാഗതമായ ലോസ് ഒക്കെ അവിടെ ബ്രേക്ക് ആവുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇത്രയുള്ള കാര്യങ്ങൾ. അതല്ലാതെ സൂപ്പർ നാച്ചുറൽ ബീയിങ്ങിനെ അവിടെ കൊണ്ടുവന്നിട്ട് പ്രശ്നം സോൾവ് ചെയ്യുന്ന ആ രീതിയില്ല. പണ്ടങ്ങനെ ചെയ്തിരുന്ന ആളുകളില്ല എന്ന് പറയുന്നില്ല. ഇപ്പൊ ആളുകൾ ചെയ്യുന്ന എന്താ വെച്ചാൽ, സയന്റിസ്റ്റുകൾ തന്നെ അന്ന് പണ്ട് ഇത് ചെയ്തിരുന്നു. ഇപ്പൊ അത് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, തൽക്കാലം വെയിറ്റ് ചെയ്യാൻ ക്ഷമിക്കുക, അത്രയേ ഉള്ളൂ. ഇവിടെ പരിണാമ സംബന്ധമായിട്ടും അത്രയേ ഉള്ളൂ. നമുക്കറിയാത്ത കാര്യങ്ങളുണ്ട്, നമ്മൾ ക്ഷമിക്കുക. അത് നാച്ചുറലിസ്റ്റിക് എക്സ്പ്ലനേഷൻ കൊണ്ട് സമ്പൂർണ്ണമായിട്ട് തീർക്കാൻ പറ്റിയ കേസുകൾ, തീർത്തിയിരുന്ന കേസുകളൊന്നും അല്ല അത്. ഇന്ന് ഇഷ്ടം പോലെ അറിവിന്റെ മേഖലകൾ നമുക്ക് അറിയാത്തതാണ്. അതിന്റെ ലിസ്റ്റ് വേണേ ഇപ്പൊ എനിക്ക് തൽക്കാലം പറയാൻ പറ്റും, ഞാനത് പറയുന്നില്ല എന്ന് മാത്രം. എന്തായാലും നല്ല ചോദ്യമാണ്, നന്ദി. ജസ്റ്റ് എൻ്റെ 4ാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാല്, താങ്കൾ ആ വാദങ്ങളുടെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു, ഏത്യസം പിന്നീടാണ് വന്ന് ദൈവവിശ്വാസമാണ് ആദ്യം ഉണ്ടായത് എന്നുള്ളത്. അപ്പൊ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ദൈവവിശ്വാസം ഏത് സമയത്താണ് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതിനെ പറ്റി വല്ല അറിവുണ്ടോ? അതായത് ചിമ്പാൻസി ഹ്യൂമൻ കോമൺ ആൻസസ്റ്റർ എന്ന് പറയുന്നുണ്ട്, CHLC എന്ന് പറയുന്നത്, ലാസ്റ്റ് കോമൺ ആൻസസ്റ്റർ എന്ന് പറയുന്ന ആ പോയിന്റ്, അവിടെ വെച്ചിട്ടാണോ ദൈവവിശ്വാസം ഉരുത്തിരിഞ്ഞത്? അല്ല അതിന് മുമ്പേ ഉണ്ടായിരുന്നു? നമ്മളുടെയൊക്കെ ഈ പൊതുപൂർവികന് മുമ്പേ ഉണ്ടായിരുന്ന പൊതുപൂർവികന്മാർ മുതൽ തന്നെ ഉണ്ടായിരുന്നതാണോ ഈ ദൈവവിശ്വാസം? ഇനി അതല്ല, അത് ഈ പറഞ്ഞ ഹോമോസാപ്പിയൻസിലാണോ പ്രത്യക്ഷപ്പെട്ടത്? അതിനെപ്പറ്റി ഒരു ഇതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, താങ്കളുടെ ധാരണകൾ? എന്നിട്ടും എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷവും ആളുകൾ ഈ പറഞ്ഞ ദൈവവിശ്വാസികളായി തുടരുന്നത് എന്നുള്ളൊരു ഭാഗം മറ്റൊന്നുണ്ട്. എന്തായാലും അതൊന്ന് പറഞ്ഞു തരണേ. ബിലീഫ് സിസ്റ്റം, സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റംസ് അനിമൽ കിങ്ഡത്തിലും ഉണ്ട് എന്ന് പഠനങ്ങളുണ്ട്, മനുഷ്യന്മാരിൽ മാത്രമല്ല. അപ്പോൾ ഒരു ബിലീഫ് സിസ്റ്റം ഇങ്ങനെ ഉള്ള വിശ്വാസങ്ങൾ മുമ്പേ ഉള്ളതാണ്. ദൈവവിശ്വാസം വന്നിട്ട്
എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് മനുഷ്യൻ കൂട്ടായി താമസിക്കാൻ തുടങ്ങിയപ്പോഴും അതുപോലെ തന്നെ കൃഷി അതുപോലെയുള്ള സമൂഹങ്ങളായിട്ട് ജീവിക്കാൻ ഒരുപാട് കൂട്ടങ്ങളായിട്ട് ജീവിക്കാൻ തുടങ്ങിയ സമയത്തായിരിക്കണം എന്നാണ് എൻ്റെ ഒരു ഊഹം. അത് അതിനെ കുറിച്ചിട്ട് എപ്പോഴാണ് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഡേറ്റ് ഈ ഇയർ കറക്റ്റായിട്ട് അറിയില്ല. ഇങ്ങനെയാണ് അതിൻ്റെ ഊഹം. പക്ഷേ ബിലീഫ് സിസ്റ്റം മൃഗങ്ങളിലും ഉണ്ട് എന്ന് പഠനങ്ങളുണ്ട്. അത് ഒരുപാട് പഠനങ്ങളുള്ളതാണ്. പിന്നെ എന്തുകൊണ്ട് കൂടുതൽ പേരും വിശ്വാസികളായി തുടരണം എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ കളർ എടുക്കുകയാണ്. നമ്മളൊരു കളർ കാണുക എങ്ങനെയാണ്, റെഡ് കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ. പക്ഷേ ആക്ച്വലി ആ റെഡ് വൈറ്റ് കളർ എന്നുള്ളൊരു ഇല്യൂഷനാണ്. നമുക്കത് ആക്ച്വലി അതൊരു കളർ വേരിയേഷൻ വരുന്നത് ബ്രെയിൻ അതങ്ങനെ കാണിക്കുന്നതാണ്. ആക്ച്വലി ആ കളറ് നമുക്ക് കളർ ഇല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ഒരുപാട് കാണാൻ സാധിക്കും. അതുപോലെ മനുഷ്യൻ്റെ ഏജന്റ് സീക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രവണത, മനുഷ്യൻ്റെ തലച്ചോറിൽ ഏജന്റ് സീക്കിംഗ് ആയിട്ടുള്ള പ്രവണത, നമ്മളെല്ലാത്തിൻ്റെ ഒരു ഏജന്റിനെ സീക്ക് ചെയ്യുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബയാസ്ഡായിട്ടുള്ള നമ്മുടെ ചിന്ത, അതുപോലെ പാറ്റേൺ സീക്കിങ്, നമ്മൾ മേഘത്തിൽ മുത്തച്ഛനെ കാണുക, അതുപോലത്തെ ഉള്ള പാറ്റേൺ സീക്കിങ്, ഇതുപോലുള്ള സംഭവങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് ഇതാണ് മോസ്റ്റ് ഓഫ് ദ ഹ്യൂമൻ ബീങ്ങിൽ ഇങ്ങനത്തെ നേച്ചറാണ്. അതുകൊണ്ടാണ് ഈ ബിലീവ് സിസ്റ്റം എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഈവൻ ഈ ഏത്തിയിസ്റ്റ് ആണെന്ന് പറയുമ്പോഴും ചിലപ്പോൾ നോൺ റിലീജിയസ് സൂപ്പർസ്റ്റിഷ്യനായിട്ട് വിശ്വസിക്കുന്നുണ്ട്. കാരണം മൈൻഡിൻ്റെ സ്വാഭാവികമായിട്ട് പ്രവണത എന്നാണ് ഇങ്ങനത്തെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഈ പാറ്റേൺ സീക്കിംഗ് ബ്രെയിനാണ്. അപ്പം അതിനെതിരെ ലോജിക് ആൻഡ് റീസണിങ് ചെയ്തിട്ട് അതിജീവിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് ഒരു റീസൺ. മറ്റേതെന്ന് പറയുന്നത്, ഇത് ഗുണകരമായിട്ടുണ്ട്. ഈ ബിലീഫ് ഇൻ ഗോഡ് എന്ന് പറയുന്നത് ഒരു കാലത്ത് ആളുകളെ കോർഡിനേറ്റ് ചെയ്യാൻ ഗുണകരമായിട്ടുണ്ട് എന്നുള്ളൊരു റീസണാണ്. അങ്ങനെ പല കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ രണ്ടാമത്തെ ചോദ്യമാണ് ജസ്റ്റിൻ. അതായത് ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് എവല്യൂഷൻ പരമായിട്ട് ബ്രെയിൻ സെലക്ട് ചെയ്തതാണ്, നാച്ചുറൽ സെലക്ഷൻ്റെ ഭാഗമായിട്ട് ബ്രെയിൻ സെലക്ട് ചെയ്തതാണ്. അത് ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് ഒരു ഗുണമായത് കൊണ്ട് ബ്രെയിൻ സെലക്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഏത്യസത്തിൻ്റെ മുകളിൽ എപ്പോഴും ഒരു ജീവി, ഒരു പരിണാമത്തിൻ്റെ സർക്കിളിൽ നിൽക്കുന്ന ഒരു ജീവി വിഭാഗം എന്നുള്ള അർത്ഥത്തിൽ മനുഷ്യന് ഗുണകരമായത് ദൈവവിശ്വാസം തന്നെ ആയിരുന്നു ഇത്രയും കാലം എന്നത് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? ഇനിയുള്ള കാലത്തേക്കുള്ളതല്ല പറയുന്നത്, അത് തന്നെയല്ലേ? ഇവിടെ താങ്കൾ ചോദിച്ചതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു മുമ്പത്തെ വോയിസിൽ ദൈവവിശ്വാസം ഒരു കാലത്ത് മനുഷ്യന് ഗുണം ചെയ്തിട്ടുണ്ട് എന്ന്. മനുഷ്യൻ സൃഷ്ടിച്ചതോ അല്ലെങ്കിൽ എവല്യൂഷണറി വന്നതോ ആയ സംഭവങ്ങളെല്ലാം 100% ഗുണമോ 100% ദോഷമുള്ള ഒരു കാര്യമില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ കോഗ്നിറ്റീവ് ബയാസിന് കാരണമായുള്ള പാറ്റേൺ സീക്കിംഗ് ബ്രെയിനെ കുറിച്ച് പറഞ്ഞു. പാറ്റേൺ സീക്കിംഗ് ബ്രെയിൻ എന്ന് പറയുന്നത് മനുഷ്യന് മറ്റു ഗോത്രങ്ങളുടെ ത്രെട്ട് കണ്ടെത്താനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഏതെങ്കിലും മനുഷ്യനുണ്ടാകുന്ന ത്രെട്ടുകൾ കണ്ടെത്താൻ ഗുണകരമായ ഒരു സംഭവമാണ് പാറ്റേൺ സീക്കിംഗ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പാറ്റേൺ കണ്ടെത്തുക, പെട്ടെന്ന് നടന്ന് ഓടിമാറുക എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഈ പാറ്റേൺ സീക്കിങ്ങിൻ്റെ അതേ ത്രെട്ട് കൊണ്ട് തന്നെയാണ് നമ്മൾ ആകാശത്ത് ഒരു ഇല്ലോജിക്കലായിട്ടുള്ള പാറ്റേൺ കാണുന്നത്. അതും ഇതേ പാറ്റേൺ സീക്കിംഗ് ബ്രെയിൻ തന്നെയാണ്. അത് ഇതിൻ്റെ നെഗറ്റീവ് വശമാണ്. പിന്നെ ദൈവവിശ്വാസം ഗുണകരമായത് എല്ലാവരും ഒരുമിച്ച് കൂട്ടാൻ സഹായിച്ചു എന്നുള്ളതാണ്. അത് ദൈവവിശ്വാസം എവല്യൂഷണറി ആർജിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സൂപ്പർ നാച്ചുറൽ ബിലീവ്സ് സിസ്റ്റം അത് എവല്യൂഷൻ പരമായിട്ട് ആർജിച്ചൊരു സംഭവമാണ്. ഇങ്ങനെ ഒരു ദൈവവിശ്വാസം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കൊരു ബിലീഫ് സിസ്റ്റം ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ
അള്ളാഹുലും യേശുക്രിസ്തുവിലൊക്കെ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ബിലീഫ് സിസ്റ്റം ഇല്ലെങ്കിൽ നമ്മൾ അത് വിശ്വസിക്കില്ല. അപ്പോൾ ഈ ഒരു ബിലീഫ് സിസ്റ്റം എവല്യൂഷണറി ആർട്ടിസ്റ്റാണ്. പക്ഷേ ഈ ഗോഡിലുള്ള ബിലീഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. നമുക്കുള്ളത് ഈ പാറ്റേൺ സീക്കിംഗ് ഉള്ള ബ്രെയിൻ ആയിട്ടുള്ള ഈ സംഭവമാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് ത്രെട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ത്രെട്ടായിട്ട് പ്രേതത്തെയും കാണും, അവിടെ ആകാശത്ത് മുത്തശ്ശനെയും കാണും. അത് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സൈഡാണ്. ഓക്കെ, പിന്നെ ഡയറക്റ്റ് ടു ആൻസർ എന്ന് പറഞ്ഞാൽ റിലീജിയൻ അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിച്ച് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചൊരു സംഭവമാണ് ശരിക്കും. പക്ഷെ അത് എന്തുകൊണ്ട് എത്തിയിസ്റ്റുകൾ എതിർക്കും എന്നുള്ളത് വേറൊരു വിഷയമാണ്. അത് പറയേണ്ട കാര്യമില്ലല്ലോ. ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഗുണകരമായതു എങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഗുണകരമായിരുന്നു. അതൊരു ബൈ പ്രൊഡക്റ്റാണ് ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത്. സൂപ്പർ നാച്ചുറൽ പവറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അത് വേറെ രീതിയാണ്. എൻ്റെ മൂന്നാമത്തെ ചോദ്യമാണ്, അവസാനത്തെ ചോദ്യം. അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ദൈവവിശ്വാസം താങ്കളുടെ ഇന്റർപ്രിട്ടേഷനൊക്കെ മാറ്റി വെക്കുക. അതെല്ലാവരും ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് അതൊക്കെ ഇന്റർപ്രിട്ടേഷനാണ്. ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം ഇത് സെലക്ട് ചെയ്യാന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. നാച്ചുറൽ സെലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇത് അഡ്വാൻറ്റേജസ് ആണ്, ഇത് അതിനെ സെലക്ട് ചെയ്യണം എന്നുള്ളത് അക്കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല. സെലക്ട് ചെയ്തു, ഓക്കെയാണ്. അതൊരു വിശ്വാസമായിട്ട് ഇന്നും നിലകൊള്ളുന്നുണ്ട്. ദൈവവിശ്വാസികളുടെ എണ്ണം കൂടുതലുമാണ് മറ്റുള്ളതിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇതെന്ന് എന്താ വെച്ചാൽ ഇത് തന്നെയാണ് നാച്ചുറൽ സെലക്ഷന്റെ രീതി, അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷന്റെ വഴികൾ എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒന്നാമത്തേത്. പിന്നെ രണ്ടാമത് താങ്കൾ പറയുന്ന ഇല്യൂഷനായിട്ട് ഇതിന്റെ താരതമ്യം. ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അത് പാറ്റേൺ സീക്കിംഗ് ഒക്കെ അതൊക്കെ 1-2 തവണ അല്ലെ 3-4 തവണ കാണിപ്പിക്കുക, തീർന്നു കതിക്ക് അതിൻ്റെത്. പിന്നെ നമുക്ക് അവിടെ പാറ്റേൺ ഒന്നും കാണാൻ കഴിയില്ല. ദൈവവിശ്വാസം അങ്ങനത്തെ ഒന്നുമല്ല. 4 തവണ കണ്ടു കഴിഞ്ഞാൽ ഇതിൽ എത്രയോ തലമുറകളായിട്ട് വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്. ഇത് പെട്ടെന്ന് ഉണ്ടായ ഒരു സാധനം, ഒരു ഇല്യൂഷൻ അല്ല, വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് ബ്രെയിൻ ഇല്യൂഷന്റെ കാര്യം വിട്ടേക്ക്, അതുമായിട്ട് ഇത് യാതൊരു ബന്ധമല്ല, വെറുതെ അത് നമ്മൾ സമയം കളയുന്ന. അപ്പൊ എന്തുകൊണ്ട് ബ്രെയിൻ ഇക്കാര്യത്തെ സെലക്ട് ചെയ്തു? ഇത് തന്നെയല്ലേ മനുഷ്യ കുലത്തിന് അത്യാവശ്യം, അതുകൊണ്ടും അല്ലേ സെലക്ട് ചെയ്തെന്നാണ് എൻ്റെ ചോദ്യം. ഇവിടെ വീണ്ടും താങ്കൾ തെറ്റിദ്ധരിച്ചിട്ടാണ് ഒരു ചോദ്യം ചോദിച്ചത്. ദൈവവിശ്വാസം അല്ല ഒരു ഇവല്യൂഷണറി ട്രേറ്റ് ആയിട്ട് വന്നത്. നമ്മുടെ പാറ്റേൺ സീക്കിംഗ് ബ്രെയിൻ, അല്ലെങ്കിൽ നമുക്ക് ഇല്ലോജിക്കലായിട്ടുള്ള ബിലീഫ്സ്, അങ്ങനെയുള്ള ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ പാറ്റേൺ സീക്കിംഗ് ബ്രെയിൻ ആണ് നമുക്ക് ഒരു ഗുണകരമായിട്ട് വന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കുള്ള കൊതി, ഈ കൊതി എന്ന് പറയുന്നത് സാധനം നമുക്ക് ഒരു ഗുണമായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത് പോട്ടെ, നമുക്ക് സെക്ഷലി അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് റീപ്രൊഡക്ഷൻ ചെയ്യാൻ ഗുണമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇതേ ഗുണം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോ പോൺ അഡിക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ ഭൂമിയിൽ കുറേ പേര് പോൺ മൂവീസ് കാണുന്നുണ്ട്. അപ്പൊ പോൺ മൂവീസ് കാണാൻ വേണ്ടിയിട്ട് മോൾഡ് ചെയ്ത ഒരു ബ്രെയിനാണ് നമുക്ക്. കാരണം ഈ സെക്ഷൽ അട്രാക്ഷൻ നമുക്ക് ഇവല്യൂഷണറി ട്രേറ്റ് ആയിട്ട് വന്ന പോലെ. പക്ഷെ ഇവല്യൂഷണറി ട്രേറ്റ് ആണിത്. പോൺ അഡിക്ഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമല്ല ഹ്യൂമൻ ബ്രെയിൻ. പക്ഷേ ഈ ട്രേറ്റ് അതിന് വേണ്ടിയിട്ടുള്ള അത് കാണാനുള്ള അതൊരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വന്നു. മനസ്സിലായല്ലോ? ഇതേപോലെയാണ് ദൈവവിശ്വാസം ഇതേപോലെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് പേര് പോൺ മൂവീസ് കാണുന്ന പോലെ ഒരുപാട് പേര് ദൈവവിശ്വാസികളാണ്. ഒരുപാട് പേര് ഇതുപോലെ സെക്ഷൽ ആയിട്ടുള്ള അട്രാക്ഷൻ കാണിക്കുന്നുണ്ട് ഹ്യൂമൻ ബീയിങ്ങിൽ. അതുപോലെ തന്നെ ഇതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ ബയാസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ നമുക്ക് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ വിശ്വസിക്കുന്നു.